ഹലോ, ഗുഡ് ഈവനിങ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രൈം ടൈമിലേക്ക് സ്വാഗതം. അല്പം മുമ്പ് വന്ന ഒരു വാർത്തയാണ്. മോന്ത ചുഴലിക്കാറ്റ് ആന്ധ്രയിൽ തീരം തൊട്ടു. അതിവേഗത്തിൽ 110 കിലോമീറ്റർ വേഗത്തിൽ കാറ്റടിക്കുകയാണ്. അവിടെയൊക്കെ ചില വിനാശകാരിയായ കാറ്റിൻ്റെ ദുസ്വാധീനമുണ്ട്. അവിടെ ചില അത്യാഹിതങ്ങളുടെ വാർത്തകളും വരുന്നുണ്ട്. മാത്രമല്ല, കേരളത്തിലും അതിൻ്റെ ചില്ലറ അലയൊലികൾ ഉണ്ടാകും. വേഗത്തിൽ കാറ്റ് വീശില്ല, പക്ഷേ കാര്യമായി മഴ കനക്കും. അതുകൊണ്ട് ഒരു ഇത്തിരി ജാഗ്രത ഉണ്ടാവാം. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പ്രൈം ടൈമിലുണ്ട്. കാത്തിരിക്കുക. പ്രൈം ടൈം ആരംഭിക്കും. പ്രൈം ടൈമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ വരുന്ന വാർത്തയാണ് ചുഴലിക്കാറ്റ് തീരത്തേക്ക് കടക്കാൻ തുടങ്ങിയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട മോന്ത ചുഴലിക്കാറ്റ് കര തൊട്ടു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ മണിക്കൂറിൽ വരുന്നത്. ആന്ധ്രാപ്രദേശിലെ മച്ചിലപട്ടണത്തിനും കലിംഗ പട്ടണത്തിനും ഇടയിലാണ് ചുഴലിക്കാറ്റ് ഇപ്പോൾ വീശിയടിച്ചുകൊണ്ടിരിക്കുന്നത്. മണിക്കൂറിൽ ഏകദേശം 110 കിലോമീറ്റർ വരെ വേഗത്തിലാവും ആദ്യ മണിക്കൂറിൽ മോന്ത വീശിയടിക്കുക. കാലാവസ്ഥാ മുന്നറിയിപ്പാണ് ഇക്കാര്യത്തിലുള്ളത്. ആന്ധ്രയിലും തെക്കൻ ഒഡീഷ തീരത്തും തമിഴ്നാട്ടിലും അതീവ ജാഗ്രതാ നിർദ്ദേശം വന്നു കഴിഞ്ഞു. 10,000-കണക്കിന് ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിരവധി ട്രെയിൻ വിമാന സർവീസുകൾ ഇതിനകം റദ്ദാക്കിയിട്ടുണ്ട്. കേരളത്തിലും കനത്ത മഴ. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നമുക്കിതിൻ്റെ വിശദാംശങ്ങൾ നൽകാനായി സയൻസ് ഡെസ്കിൽ നിന്ന് പ്രജൻസി കണ്ണൻ ചേരും. അതേപോലെ ചുഴലിക്കാറ്റിൻ്റെ സാഹചര്യം നമ്മോട് വിശദീകരിക്കാൻ ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് കൂടി ചേരുന്നു. അതുപോലെ തിരുവനന്തപുരത്ത് നമ്മുടെ സംസ്ഥാനത്തെ മഴയുടെ സാഹചര്യം എന്തെന്ന് പരിശോധിക്കാൻ പ്രേക്ഷകരുമായി കാര്യങ്ങൾ പങ്കിടാനും മനീഷ് മഹിബാൽ കൂടി ചേരുകയാണ്. ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. ആദ്യം പ്രജൻസി കണ്ണനിലേക്ക്. പ്രജൻസി കണ്ണൻ, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ ചുഴലിക്കാറ്റ് തീരം തൊട്ടു എന്നുള്ളതാണ്. വിനാശകാരിയായ ഈ കാറ്റ് ആന്ധ്രയിൽ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? എസ് കെ, തീർച്ചയായിട്ടും കഴിഞ്ഞ മിനിറ്റിലാണ്, ഏതാണ്ട് മിനിറ്റുകൾക്ക് മുൻപാണ് ഈ മോന്ത എന്ന സൈക്ലോൺ ചുഴലിക്കാറ്റ് അത് ആന്ധ്ര തീരം തൊട്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഏതാണ്ട് 110 കിലോമീറ്റർ വേഗത്തിൽ, മണിക്കൂറിൽ 110 കിലോമീറ്റർ വേഗത്തിൽ ആ കാറ്റ് ആന്ധ്ര തീരത്തേക്ക് വീശിയടിക്കാൻ പോവുകയാണ് എന്ന വിവരമാണ് ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രം പുറത്തുവിട്ടിരിക്കുന്നത്. എനിക്ക് പിറകിൽ ഇതിന്റെ മാപ്പിംഗ് കാണാം. ഈ സാറ്റലൈറ്റ് മാപ്പിംഗിൽ വളരെ കൃത്യമായി തന്നെ ആന്ധ്ര തീരത്തേക്ക് ഈ സൈക്ലോണിന്റെ ഐ ഓഫ് ദ സൈക്ലോണിന്റെ കണ്ണെന്ന് പറയുന്ന, ചുഴലിക്കാറ്റിന്റെ കണ്ണെന്ന് പറയുന്ന ഭാഗം എത്തിക്കഴിഞ്ഞു. മോന്തയുടെ ഈ സാറ്റലൈറ്റ് മാപ്പിംഗിൽ വളരെ വ്യക്തമായി കാണാം ഏതൊക്കെ ഇടങ്ങളിലായിരിക്കും ശക്തമായ കാറ്റ് വീശുക എന്ന് വ്യക്തവുമാണ്. ആദ്യം ഇതിന്റെ സഞ്ചാരഗതി എന്താണെന്ന് നോക്കാം. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മോന്ത എന്ന ചുഴലിക്കാറ്റ്. തായ്ലൻഡാണ് ഇതിന് ഈ പേര് നിർദ്ദേശിച്ചത് തന്നെ. അതിനർത്ഥം ഒരു ബ്യൂട്ടിഫുൾ ഫ്ലവർ അല്ലെങ്കിൽ മനോഹരമായ പുഷ്പം എന്നൊക്കെയാണെങ്കിലും അതുണ്ടാക്കാൻ പോകുന്ന നാശം അത് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നതല്ല. എങ്കിൽ കൂടി 110 കിലോമീറ്റർ എന്ന് പറയുന്ന വേഗം, അത് വളരെ വേഗത്തിലുള്ള ചുഴലിക്കാറ്റ് ഗണത്തിൽപ്പെടുന്ന ഒരു ചുഴലിക്കാറ്റാണ്. അതുകൊണ്ട് തന്നെ മോന്ത ഈ പറയുന്ന വിശാഖപട്ടണം ഒപ്പം തന്നെ വിജയവാഡയ്ക്കും ഇടയിലുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ട് പറഞ്ഞാൽ ഈ മച്ചിലിപട്ടണം ഒപ്പം കാക്കിനഡ, വിശാഖപട്ടണം, ഈ 3 ഇടങ്ങളിലേക്ക് ചുറ്റിപ്പറ്റിയാണ് ശക്തമായ രീതിയിൽ ഇതിന്റെ പ്രഭാവവും അതിന്റെ എഫക്റ്റും ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സാറ്റലൈറ്റ് മാപ്പിംഗിൽ കാണുന്നത് പോലെ ഈ സൈക്ലോണിന്റെ ഏറ്റവും ഔട്ടർ ഭാഗത്താണ് ഈ പിങ്ക് നിറത്തിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ ഭാഗങ്ങളിലായിരിക്കും ശക്തമായ കാറ്റും പേമാരിയും ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ഈ രീതിയിൽ വിശാഖപട്ടണത്തേക്ക് ഈ ഭാഗങ്ങളിലേക്ക് ഇതായിരിക്കും ഏറ്റവും ശക്തമായ കാറ്റുണ്ടാവുക. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ബംഗാൾ ഉൾക്കടലിൽ നിന്നും തുടങ്ങി പിന്നീട് ഒരു വടക്ക് പടിഞ്ഞാറൻ മേഖലയിലേക്കാണ് ഇതിന്റെ സഞ്ചാരഗതി എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയുന്നുണ്ട്. അതായത് നോർത്ത് വെസ്റ്റ് ആണ് ഇതിന്റെ സഞ്ചാരഗതി. വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒഡീഷയിലും ആന്ധ്രയിലുമായിരിക്കും ഏറ്റവും ശക്തമായ രീതിയിൽ ഈ കാറ്റ് വീശടിക്കാൻ പോകുന്നത്. അവിടെയായിരിക്കും കൂടുതൽ നാശനഷ്ടം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 10,000-കണക്കിന് ആളുകളെ ഈ തീരമേഖലയിൽ ഇതിനോടകം മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായ ജാഗ്രതാ മുന്നറിയിപ്പുകൾ നേരത്തെ തന്നെ ഇരു സംസ്ഥാനങ്ങളിൽ നൽകിക്കഴിഞ്ഞു. ഒപ്പം തമിഴ്നാടിന്റെ തീരമേഖലയിലും പ്രത്യേകിച്ച് ചെന്നൈ ഭാഗത്താണ് കൂടുതലായി ഈ കാറ്റിന്റെ പ്രഭാവം ഉണ്ടാവുക. അവിടെയും പേമാരി ഉണ്ടാകും ഇന്നും ഈ രാത്രിയിലും അടുത്ത ദിവസങ്ങളിലുമൊക്കെ എന്നാണ് കാലാവസ്ഥാ പ്രവചനം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ എന്താണ് നമ്മുടെ സാറ്റലൈറ്റ് മാപ്പിംഗ് പ്രകാരം അല്ലെങ്കിൽ ഈ റഡാർ പ്രകാരം എന്താണ് ഇതിന്റെ വേഗത എന്ന് നോക്കാം. ഏറ്റവും ആദ്യം പറയേണ്ടത് സൈക്ലോണിന്റെ ഐയിലാണ്. അതായത് ഈ ചുഴലിക്കാറ്റിന്റെ കണ്ണെന്ന് പറയുന്ന ഭാഗത്താണ് ഏറ്റവും കുറവ് വേഗം അനുഭവപ്പെടുക. നമുക്ക് ഇതിൽ തന്നെ കാണാം, മാപ്പിൽ കാണാം. ഏതാണ്ട് ഒരു 9 KT എന്ന നോട്ട്സ് ആണ്. നമ്മുടെ ഈ കാറ്റിന്റെ ഒക്കെ വേഗം പറയുക നോട്ട്സിലാണ്, നോട്ടിക്കൽ മൈൽ പെർ അവർ എന്ന രീതിയിലാണ് പറയുക. അതൊരു 9 KT വരും. അതായത് ഓൾമോസ്റ്റ് ഒരു 20 കിലോമീറ്റേഴ്സ് എന്നൊക്കെ പറയാം പെർ അവർ നോക്കുകയാണെങ്കിൽ. ഇനി പക്ഷേ ഔട്ടർ ഭാഗത്തേക്ക് വരുമ്പോൾ ഇത് മാറുന്നതായി കാണാം. ഏതാണ്ട് 40
നോട്ട്സ് ആണ്. 40 നോട്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ 80 km/h ഒക്കെ വേഗത്തിൽ ഈ കാറ്റ് ഇപ്പോൾ വീശിക്കൊണ്ടിരിക്കുകയാണ്. കരഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാലും ഏതാണ്ട് ആ രീതിയിലേക്ക് കാറ്റിന്റെ വേഗം കൂടി വരുന്നതായി കാണാം. ഈ പറയുന്നത് പോലെ വിശാഖപട്ടണം ഭാഗത്തൊക്കെ ഏതാണ്ട് ഇപ്പോൾ തന്നെ ഏതാണ്ട് ഒരു 60 km/h കാറ്റ് വീശിയടിക്കുന്നു. അത് വരും മണിക്കൂറിൽ 110 km/h എന്ന രീതിയിലേക്ക് വരാം. അത് അതിതീവ്ര ചുഴലിക്കാറ്റിന്റെ ഗണത്തിൽപ്പെടാവുന്ന ഒരു കാറ്റാണ് മോൻത എന്ന് പറയുന്ന ഈ കാറ്റ്. അതുകൊണ്ട് തന്നെ ഇന്നും നാളെയും ഒക്കെയായി വലിയ തോതിലുള്ള മഴയുണ്ടാകും. ഇനി ഈ കേരളത്തിൽ ഇത് ബാധിക്കുമോ എന്ന ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ബംഗാൾ ഉൾക്കടലിൽ കിഴക്ക് ഭാഗത്ത് ആ കടലിൽ എന്ത് മാറ്റമുണ്ടായാലും അത് മർദ്ദവ്യതിയാനമാണെങ്കിലും കാറ്റായാലും സ്വാഭാവികമായിട്ടും പടിഞ്ഞാറൻ ഭാഗത്ത് കിഴക്കിൽ നിന്നും പടിഞ്ഞാറോട്ടാണ് കാറ്റ് വീശുന്നത്. അതുകൊണ്ട് തന്നെ പടിഞ്ഞാറൻ ഭാഗത്ത് വരുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ശക്തമായ മഴയുണ്ടാകും. തമിഴ്നാടും കഴിഞ്ഞാണ് കേരളം വരുന്നത് എന്നുകൊണ്ട് തന്നെ കേരളത്തിൽ മഴ ശക്തമായി പെയ്യും. പക്ഷേ ഈ കാറ്റിന്റെയൊക്കെ പ്രഭാവം അധികം അനുഭവപ്പെടില്ല. എങ്കിൽ കൂടി ഇവിടെ തെക്കൻ കേരളത്തിൽ ശക്തമായ മഴയുണ്ടാകും എന്നാണ് ഇപ്പോഴത്തെ കാലാവസ്ഥാ പ്രവചനം. നമുക്കറിയാം പശ്ചിമഘട്ടം ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ, അതായത് തമിഴ്നാടിനും കേരളത്തിനും ഇടയിലുള്ള മേഖലയിലുള്ള വരുന്ന ജില്ലകളിലൊക്കെ തന്നെ ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നൊരു പ്രവചനം കൂടിയുണ്ട്. വരും ദിവസങ്ങളിൽ, അതായത് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ കരയിലേക്ക് വരുന്നതോടുകൂടി സാധാരണഗതിയിൽ എല്ലാ ചുഴലിക്കാറ്റും ശക്തി ക്ഷയിച്ച് അത് മർദ്ദമായി മാറിപ്പോവുകയാണ് ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും മോന്തിക്കും അത് തന്നെ സംഭവിക്കും. വരും മണിക്കൂറുകളിൽ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടിയ വേഗം പ്രാപിക്കുകയും പിന്നീട് ആ വേഗം കുറഞ്ഞു വരികയും ചെയ്യും എന്നുള്ളതാണ് കാലാവസ്ഥ പ്രവചനം. ഓക്കെ, പ്രജിൻസി കണ്ണനാണ് സയൻസ് ഡെസ്കിൽ നിന്നും തത്സമയം ചേർന്ന്. ഇനി ചെന്നൈയിലേക്ക് ചുഴലിക്കാറ്റിന്റെ മറ്റ് സാഹചര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ മുഹമ്മദ് റഹീസ് കൂടി നമുക്കൊപ്പം ചേരുന്നു. റഹീസ്, കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? SKN പ്രജിൻ നിർത്തിയെടുത്തു എന്ന് തന്നെ തുടങ്ങുകയാണ്. കാരണം അടുത്ത 3-4 മണിക്കൂർ സ്വാഭാവികമായിട്ടും ഈ ചുഴലിക്കാറ്റ് കരയിലേക്ക് കയറിയതിനു ശേഷമുള്ള 3-4 മണിക്കൂറാകും ഏറ്റവും കൂടുതൽ ഈ കാറ്റ് അതിൻ്റെ വിനാശം വിതയ്ക്കുക. ആ അടുത്ത 3-4 മണിക്കൂർ ആന്ധ്രയെ സംബന്ധിച്ചിടത്തോളവും ഒപ്പം തന്നെ തെക്കൻ ഒഡീഷയെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ അതിനിർണായകമാണ്. പ്രത്യേകിച്ച് തീര ജില്ലകളിൽ ആന്ധ്രയുടെ ഏതാണ്ട് 17 ജില്ലകളിൽ നിന്നും ഭൂരിഭാഗം സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ ഇപ്പോൾ ഒഴിപ്പിച്ചിട്ടുണ്ട്. ആന്ധ്രയിൽ തന്നെ ഏതാണ്ട് 50,000-ഓളം അതിനടുത്ത ആളുകളെ ഒഴിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് നിലവിൽ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. 7 മണിയോടുകൂടി തന്നെ ഏതാണ്ട് റോഡുകൾ പൂർണ്ണമായും വിജനമാകുന്ന തരത്തിൽ ഓരോ പോയിന്റുകളിലും പോലീസ് നിന്നുകൊണ്ട് ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നത് വളരെ അധികം ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് പൊതു അവധിയൊക്കെ ആയതിനാൽ തന്നെ ആളുകൾ കുറവായിരുന്നു. എന്നാൽ രാത്രി ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നത് പൂർണ്ണമായും തടയാനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് മിനിറ്റുകൾക്ക് മുമ്പ് മാത്രം കരയിലേക്ക് പ്രവേശിച്ച ഈ മോന്ത ചുഴലിക്കാറ്റ് അടുത്ത 3-4 മണിക്കൂർ കനത്ത നാശം വിതയ്ക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നു. ഒപ്പം തന്നെ കൂടുതൽ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ആന്ധ്രയിലൊക്കെ ഏതാണ്ട് 3000-അപ്പുറത്തേക്ക് ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നിലവിൽ പുറത്തു വരുന്നത്. ഈ ക്യാമ്പുകളിൽ തന്നെ പ്രത്യേക മെഡിക്കൽ സംവിധാനങ്ങൾ ഒരുക്കുകയും ഗർഭിണികളായ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ പ്രത്യേകമായിട്ടുള്ള ഒരു സജ്ജീകരണങ്ങൾ ഒരുക്കുമെന്ന് നേരത്തെ തന്നെ ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ചന്ദ്രബാബു നായിഡുവും ഒപ്പം തന്നെ പവൻ കല്യാണും ഒക്കെ ഈ ഒരു IMDയുടെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് കൃത്യമായി ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ഓരോ പോയിന്റുകളിലേക്കും മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണം ഒരുക്കിക്കൊണ്ടാണ് അവർ ഇതിനെ നേരിടുന്നത്. മോന്ത ചുഴലിക്കാറ്റ് തീരത്തേക്ക് കടന്നു കഴിയുമ്പോൾ വൾണറബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ, ഇത് ബാധിക്കാനുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകളെ പൂർണ്ണമായി മാറ്റുക, റോഡുകളിലേക്ക് ആളുകളെ ഇറക്കാതിരിക്കുക, ഒപ്പം തന്നെ ക്യാമ്പുകൾ സുരക്ഷിതമാക്കുക, അവിടേക്ക് വേണ്ട ഭക്ഷണങ്ങൾ എത്തിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ മുഴുവൻ നടത്തിയിട്ടുണ്ട്. NDRFിൻ്റെയും SDRFിൻ്റെയും 25 സംഘങ്ങളാണ് ഈ ആന്ധ്രയിലും ഒഡീഷയിലുമായി നിലവിൽ ഇപ്പോൾ ഉള്ളത്. ബാക്കപ്പ് ആയിട്ട് 25 സംഘങ്ങളെ കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല വില്ലേജ് റെസ്പോൺസ് ടീമിനെ കൂടി ഒരുക്കിക്കൊണ്ട് രാവിലെ മുതൽ കൃത്യമായി ഓരോ സ്ഥലങ്ങളെയും പറ്റി അറിയാവുന്നവർ, ഓരോ പോക്കറ്റുകളെയും അറിയാവുന്നവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ നിന്നൊക്കെ ആളുകളെ പുറത്തേക്ക് എത്തിക്കുക. മാക്സിമം ഇവാക്യുവേഷൻ, ഒരു തരത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നീക്കങ്ങളാണ് 2 സംസ്ഥാനങ്ങളിൽ നടക്കുന്നത്. തമിഴ്നാട്ടിൽ ചെന്നൈ ഉൾപ്പെടെയുള്ള ചില സ്ഥലങ്ങളിൽ മഴ തുടരുകയും ചെയ്യുന്നുണ്ട്. SKN. ഓക്കെ, മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മോന്ത ചുഴലിക്കാറ്റ് തീരം തൊട്ടു എന്നുള്ളതാണ്. ഇത് പ്രമാണിച്ച് 110 കിലോമീറ്റർ വേഗത്തിൽ കാറ്റടിക്കാൻ സാധ്യതയുണ്ട്. ആന്ധ്രയിലൊക്കെ തന്നെ കനത്ത ജാഗ്രതയിലാണ്. കേരളത്തിലും ഈ ചുഴലിക്കാറ്റിൻ്റെ സ്വാധീനം കൊണ്ട് കനത്ത മഴയുണ്ടാകും എന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് മഹിപാൽ കൂടി നമുക്കൊപ്പം ചേരുന്നു. മനീഷ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN, ഈ മോന്ത ചുഴലിക്കാറ്റിന്റെ ദിശ വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്കാണ്. അത് കേരളത്തിലേക്ക് എത്തുക നിലവിൽ ബംഗാൾ ഉൾക്കടലിൽ നിന്നും കിഴക്ക് നിന്നും പടിഞ്ഞാറേക്കാണ്. പക്ഷേ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, കേരളത്തിന് പശ്ചിമഘട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് വീശുന്ന ഏത് കാറ്റാണെങ്കിലും അത് പശ്ചിമഘട്ടത്തിൽ നിന്നും പിന്നീട് പടിഞ്ഞാറൻ മേഖലയിലേക്ക് അധികമായി എത്താനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഈ ചുഴലിക്കാറ്റിന് അതിശക്തമായ രീതിയിൽ വീശുന്നത് കൊണ്ട് തന്നെ കേരളത്തിലേക്ക് ഇതിൻ്റെ സ്വാധീനം, ഇത് നേരിട്ടെത്തിയില്ലെങ്കിൽ കൂടി ഇതിൻ്റെ സ്വാധീനം കേരളത്തിൻ്റെ കിഴക്കൻ മേഖല, പ്രത്യേകിച്ചും മലയോര മേഖലയിലേക്ക് എത്താനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് നിലവിൽ മഴ ഈ മലയോര മേഖലയിൽ ശക്തമാകും എന്നൊരു സാധ്യതയാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്.
കേരളത്തിൽ നവംബർ 1 വരെ സാധാരണ തുലാമഴ ഉണ്ടാകും. ഇന്നും നാളെയും അതിശക്തമായിട്ടുള്ള മഴ കേരളത്തിൽ തെക്കൻ മധ്യ കേരളത്തിലൊക്കെ തന്നെ ഉണ്ട്. അതായത് തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി മുതൽ ഉള്ള കൊല്ലം പോലെയുള്ള 8 ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലേർട്ടാണ്. ഈ ജില്ലകളിൽ സാധാരണ പോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള അതിശക്തമായ മഴ സാധാരണ പെയ്യും. പക്ഷേ ഈ ചുഴലിക്കാറ്റ് പൂർണ്ണമായും കര തൊടുന്ന സമയത്ത് കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്കുള്ള കാറ്റിൻ്റെ വേഗത കൂടുന്നതിൻ്റെ സ്വാധീനത്തിൻ്റെ ഭാഗമായി അത് മലയോര മേഖലയിൽ ശക്തമായ മഴ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ മലയോര മേഖലയിൽ ജാഗ്രത പുലർത്തണം. ഒപ്പം തന്നെ സാധാരണ രീതിയിൽ തന്നെ കേരളത്തിലും കർണാടകത്തിലും ലക്ഷദ്വീപിലും മത്സ്യബന്ധനത്തിന് നിലവിൽ സാധാരണ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണം ഇപ്പോഴും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ കാറ്റിൻ്റെ ഗതി അനുസരിച്ചായിരിക്കും ഇനി അടുത്ത മണിക്കൂറിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകുക. മനീഷ് മഹിവാലാണ് വിവരങ്ങൾ നൽകിയത്. നമ്മുടെ ജനാർദ്ദനായർക്ക് ഒരു സംശയം, ഇപ്പോൾ ഈ പ്രൈം ടൈം 8 മണിക്ക് തുടങ്ങിയെന്ന് ചോദിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചകളായി 8 മണി മുതലാണ് പ്രൈം ടൈം ആരംഭിക്കുന്നത്, എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോണം, പല ആളുകൾക്കും ഈ ചുഴലിക്കാറ്റിന് ഈ മോന്ത എന്ന് പേരിട്ടത് എന്താണ്? നമ്മളല്ല ഈ പേരിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ ഈ മോന്ത ചുഴലിക്കാറ്റ് അടിച്ച് മോന്ത പോയി എന്ന് പറയേണ്ടി വരില്ലേ? അപ്പോൾ നമ്മളല്ല പേരിട്ടത്. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു കൊടുങ്കാറ്റിൻ്റെ കാര്യം പറയാം. മെലീസ കൊടുങ്കാറ്റിൻ്റെ ഭീതിയിലാണ് ഇപ്പോൾ കരീബിയൻ രാജ്യമായ ജമൈക്ക. മണിക്കൂറിൽ 290 കിലോമീറ്റർ വേഗത്തിലാണ് മെലീസ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നത്. ജമൈക്കയിൽ ഈ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കും ഈ വേഗത്തിലെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഇനി അതിനെക്കുറിച്ച് റിപ്പോർട്ടാണ് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത്. കാറ്റഗറി 5 പെടുന്ന മെലീസ കൊടുങ്കാറ്റ് ഈ വർഷത്തെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റാണെന്നാണ് അമേരിക്ക ആസ്ഥാനമായുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നാഷണൽ ഹരിക്കെയിൻ സെന്റർ വ്യക്തമാക്കിയിട്ടുള്ളത്. കൊടുങ്കാറ്റ് കനത്ത പേമാരിക്കും വെള്ളപ്പൊക്കത്തിനും കാരണമാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജമൈക്കയിൽ കനത്ത കാറ്റും കനത്ത മഴയും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ജമൈക്കയുടെ തീരപ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിച്ചു. പ്രദേശത്ത് 101 സെന്റിമീറ്റർ മഴയുണ്ടാകാമെന്നാണ് മുന്നറിയിപ്പ്. കൊടുങ്കാറ്റിന്റെ കേന്ദ്ര സമ്മർദ്ദം 909 മില്ലി ബാറിൽ നിന്ന് 901 മില്ലി ബാറായി കുറഞ്ഞത് കൊടുങ്കാറ്റിന്റെ ശക്തി വർദ്ധിപ്പിക്കുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. 2005 ലൂസിയാനയിൽ കനത്ത നാശനഷ്ടമുണ്ടാക്കിയ കത്രീന കൊടുങ്കാറ്റിന്റെ കേന്ദ്ര സമ്മർദ്ദം 902 മില്ലി ബാർ ആയിരുന്നു. വടക്കൻ കരീബിയൻ പ്രദേശങ്ങളിൽ മെലീസ വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും കാരണമായേക്കുമെന്ന വിലയിരുത്തലുണ്ട്. കാറ്റിലും മഴയിലും ഇതിനകം ജമൈക്കയിൽ 3 മരണം റിപ്പോർട്ട് ചെയ്തു. ഇന്നലെ ഹെയ്തിയിലും ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലും 4 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1980 മണിക്കൂറിൽ 305 കിലോമീറ്റർ വേഗത്തിൽ വീശിയ അലൻ കൊടുങ്കാറ്റാണ് അറ്റ്ലാന്റിക്കിലെ ഏറ്റവും വലിയ കൊടുങ്കാറ്റായി കണക്കാക്കപ്പെടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. പറയുന്നു, എൻ്റെ ബ്രോ നാളെ ക്ലാസ് ഉണ്ട് എന്ന് പറയൂ. നാളെ ക്ലാസ് ഉണ്ട്, അത് പറഞ്ഞേ പറ്റൂ. ബിജോയ് ആന്ധ്രാപ്രദേശിൽ താമസിക്കുന്ന ബിജോയ് പറയുന്നു, ഇവിടെ കടുത്ത മഴയാണ്, ഗുരുതരമായ മഴയാണ് എന്നാണ് ബിജോയ് അറിയിക്കുന്നത്. എന്തായാലും വാഹനങ്ങൾ റോഡിൽ ഇറക്കരുത്. നാളെ രാവിലെ 6:30 മണി മുതൽ ഈ ചുഴലിക്കാറ്റ് കടന്നു പോകുന്ന വഴിയിലൊക്കെ തന്നെ ജാഗ്രത പാലിക്കണം. അതുകൊണ്ട് തന്നെ ആ വഴിയിൽ ഗതാഗതം നിരോധിച്ചു എന്നുള്ളൊരു കാലാവസ്ഥാ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ആളുകൾ പാലിക്കുക. 110 കിലോമീറ്റർ വേഗത്തിൽ വരെ കാറ്റ് അടിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത്യാഹിതത്തിന് സാധ്യതയുള്ളത് കൊണ്ട് ഈ വാഹനങ്ങളൊന്നും റോഡിൽ കാണരുത് എന്ന് സർക്കാർ മുന്നറിയിപ്പ് നൽകുന്നു. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. PM ശ്രീ വിവാദത്തിൽ CPIഎമ്മിൻ്റെ അനുനയ നീക്കം പാളുന്നുവെന്ന റിപ്പോർട്ട്. പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്ന നിലപാടിൽ CPI ഉറച്ചു നിൽക്കുകയാണ്. 2 അംഗ ഉപസമിതിയെ നിയോഗിക്കാമെന്ന CPIഎം ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. പക്ഷേ ആ നിർദ്ദേശത്തിന് CPI ഇപ്പോൾ ഒരു ഉപാധി വച്ചിരിക്കുകയാണ്. ഉപസമിതിക്ക് മുൻപ് സൈൻ ചെയ്തു എന്ന് പറയുന്ന ധാരണാപത്രം MOU മരവിപ്പിക്കണമെന്നാണ് അവർ പറയുന്നത്. ഇത് പ്രമാണിച്ച് കേന്ദ്രത്തിന് സർക്കാർ കത്തയക്കണം. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കില്ല എന്നും അറിയുന്നു. PM ശ്രീയിൽ ഉടലെടുത്തത് 2ാം പിണറായി സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയായി. മുഖ്യമന്ത്രിക്ക് പിന്നാലെ പ്രശ്നപരിഹാരത്തിനായി CPIഎം ജനറൽ സെക്രട്ടറി MA ബേബി ഇടപെട്ടെങ്കിലും ഫലം കണ്ടില്ല. പദ്ധതിക്കായി 2 അംഗ ഉപസമിതിയെ വയ്ക്കാമെന്ന നിർദ്ദേശം തള്ളിക്കളയാൻ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. ഉപസമിതിയെ നിയോഗിക്കുന്നതിന് മുൻപ് ധാരണാപത്രം മരവിപ്പിക്കണം. ഇതാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയക്കുകയും അത് പ്രസിദ്ധപ്പെടുത്തുകയും വേണം. പദ്ധതിയിൽ നിന്ന് പിന്മാറാത്ത സാഹചര്യത്തിൽ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് മുഖ്യമന്ത്രിയും പാർട്ടിയും നിലപാടെടുത്തു കഴിഞ്ഞു. PM ശ്രീ വിവാദങ്ങളെ തള്ളുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും പ്രതികരിച്ചു. മതനിരപേക്ഷത ഉറപ്പിക്കുമെന്നും ദേശീയ നയത്തിലെ രാഷ്ട്രീയ ഉള്ളടക്കം അകറ്റുനിർത്തുമെന്നും പാർട്ടി മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ V ശിവൻകുട്ടി പറയുന്നു. സംസ്ഥാന കൗൺസിൽ ചേരുന്ന നവംബർ 4 മുൻപ് സമവായ നീക്കത്തിനാണ് ശ്രമം. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI മന്ത്രിമാർ വിട്ടുനിന്നാൽ സർക്കാരിന് കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടു എന്ന വിമർശനമുയരും. നവംബർ 1 വിളിച്ചു ചേർക്കുന്ന പ്രത്യേക നിയമസഭാ സമ്മേളനവും ചോദ്യചിഹ്നമായി കഴിഞ്ഞു. 24 തിരുവനന്തപുരം.
ഒരുപാട് കുട്ടികൾ കമന്റ് ബോക്സിൽ വന്ന് സ്കൂളുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇതിൽ പേരൻസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്കൂളുകളെല്ലാം ഉണ്ട്. ഒരു വിദ്യാലയത്തിനും കേരളത്തിൽ അവധി പ്രഖ്യാപിച്ചതായിട്ട് ഇതുവരെ കാണുന്നില്ല. അതുകൊണ്ട് സ്കൂളുകളൊക്കെ പ്രവർത്തിക്കും എന്ന് വേണം കരുതാൻ. എന്തെങ്കിലും രീതിയിലുള്ള അങ്ങനെയുള്ള ഈ അവധിയോ മറ്റോ വരികയാണെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അടുത്ത നിമിഷം അറിയിക്കുകയും ചെയ്യും. നമുക്കൊപ്പം തന്നെ കുറച്ച് നേരം തുടരുക. PM ശ്രീ വിഷയത്തിൽ CPI നിലപാട് കടുപ്പിക്കുന്നതിനിടെ കൃഷി വകുപ്പിന് കീഴിലുള്ള കാർഷിക സർവകലാശാലയിൽ SFI സമരം ശക്തമാക്കുന്നു. ഫീസ് വർധനയ്ക്കെതിരെ ഇന്ന് നടത്തിയ സമരം സംഘർഷത്തിൽ കലാശിച്ചു. ഫീസ് ഘടനയിൽ ആവശ്യമായ ഭേദഗതി വരുത്താൻ തയ്യാറെന്ന് കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് പറയുന്നു. തൃശൂർ മണ്ണൂത്തിയിലെ കാർഷിക സർവകലാശാലയിൽ 3 ഇരട്ടി ഫീസ് വർദ്ധിപ്പിച്ചതിനെതിരെയാണ് SFI പ്രതിഷേധം. സർവകലാശാല ആസ്ഥാനം വളഞ്ഞ് SFI നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. SFI സംസ്ഥാന നേതാക്കൾ സർവകലാശാല ഡെപ്യൂട്ടി രജിസ്ട്രാറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. ഈ ഫീസ് വർധനവ് യുദ്ധകാലാടിസ്ഥാനത്തിൽ കുറച്ചേ മതിയാകോ, അതുവരെയാണ് ഞങ്ങളുടെ സമരം. PM ശ്രീ വിവാദത്തിൽ CPI നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിനിടെയാണ് SFIയുടെ സമരം. ഫീസ് ഘടനയിൽ ആവശ്യമായ ഭേദഗതി വരുത്താൻ തയ്യാറെന്ന് കൃഷിമന്ത്രി P. പ്രസാദ് പ്രതികരിച്ചു. ഫീസ് കൂട്ടിയതിനാൽ സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജിൽ നിന്ന് TC വാങ്ങിയ വിദ്യാർത്ഥിക്ക് തിരികെ പ്രവേശനം നൽകാനും മന്ത്രിയുടെ നിർദ്ദേശം. തിരികെ കോളേജിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് ഫീസിന്റെ കാര്യത്തിൽ പ്രശ്നമുണ്ടാവുകയില്ല. ഫീസ് വർധന താങ്ങാനാകാതെ കോഴിക്കോട് താമരശ്ശേരി സ്വദേശി അർജുനാണ് കാർഷിക കോളേജിൽ നിന്ന് TC വാങ്ങിയത്. 24 തൃശൂർ. ഈ മോൻത എന്ന ചുഴലിക്കാറ്റ് ആന്ധ്രയിൽ തീരം തൊട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ഗതാഗതം നിരോധിച്ചെന്ന വാർത്തയിൽ ചെറിയൊരു പിഴവുണ്ട്. നാളെ രാവിലെ 6:30 മണിവരെയാണ് ഗതാഗതം നിരോധിച്ചിരിക്കുന്നത്. ഈ ചുഴലിക്കാറ്റ് കടന്നു പോകുന്ന വഴികളിലെല്ലാം ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. രാവിലെ 6:30 വരെ ആണ്. കാരണം വളരെ വേഗത്തിൽ 110 കിലോമീറ്ററോളം വേഗത്തിൽ ആഞ്ഞടിക്കുന്ന കാറ്റുണ്ടാകും. അതുകൊണ്ട് അത്യാഹിതത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഗതാഗതം നിരോധിച്ചതും വാഹനങ്ങൾ റോഡിൽ ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അത് നാളെ രാവിലെ 6:30 മണിവരെയാണ്. ഇനി മറ്റൊരു വാർത്ത കൂടിയുണ്ട്. ആലപ്പുഴയിൽ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ 10 കിലോ കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. 19 ലാപ്ടോപ്പ് ബാഗുകൾക്കുള്ളിൽ പ്രത്യേക കവറിൽ തയ്ച്ചു ചേർത്ത നിലയിലായിരുന്നു ഈ കഞ്ചാവ് കണ്ടെത്തിയത്. ഷാലിമാർ എക്സ്പ്രസ് പുറപ്പെട്ടതിന് പിന്നാലെയാണ് കഞ്ചാവ് ചാക്ക് പ്രത്യക്ഷപ്പെട്ടത്. എന്തായാലും ഈ കഞ്ചാവൊക്കെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ളതാണ്, നമ്മുടെ ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. 10 കിലോയാണ്, 10 കിലോ. PM ശ്രീ പദ്ധതിയിലെ എതിർപ്പ് തുടരുന്നതിനിടെ CPI ഭരിക്കുന്ന കൃഷി വകുപ്പിന് കീഴിൽ ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരമുള്ള നിയമനം നടത്തിയെന്ന ആരോപണം. കാർഷിക സർവകലാശാലയിലാണ് ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരമുള്ള നിയമനങ്ങൾ നടത്തിയിരിക്കുന്നത്. പ്രവൃത്തി പരിചയം കണക്കാക്കി അധ്യാപക നിയമനം നടത്തുന്ന പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന പദവിയിലാണ് കഴിഞ്ഞ വർഷം നിയമനം നടത്തിയത്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തന്ത്രപരമായ നീക്കം എന്ന നിലയിലാണ് PM ശ്രീ പദ്ധതിയെ CPI ശക്തമായി എതിർക്കുന്നത്. എന്നാൽ CPIക്ക് കീഴിലെ കാർഷിക സർവകലാശാലയ്ക്ക് ദേശീയ വിദ്യാഭ്യാസ പോളിസിയോട് എതിർപ്പില്ല. ദേശീയ വിദ്യാഭ്യാസ പോളിസി പ്രകാരം പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന പദവിയിലേക്കാണ് ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം നോട്ടിഫിക്കേഷൻ ഇറക്കി നിയമനം നടത്തിയത്. വിദ്യാഭ്യാസ യോഗ്യത മാനദണ്ഡമാക്കാതെ 1 വർഷത്തെ കരാർ വ്യവസ്ഥയിലെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് നിയമനത്തിനാണ് 2023 ജൂണിൽ നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത്. ഇന്റർവ്യൂ പൂർത്തിയാക്കി 2025 ഫെബ്രുവരിയിൽ നിയമനം നടത്തി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പോലും ഇതുവരെ NEP നടപ്പാക്കാത്ത സാഹചര്യത്തിലാണ് കാർഷിക സർവകലാശാല ഇത്തരമൊരു നീക്കം നടത്തിയത്. വയനാട് ജില്ലയിലെ പരമ്പരാഗത കർഷകൻ ചെറുവയ്ക്കൽ രാമനെയാണ് കാർഷിക സർവകലാശാല പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന പദവിയിൽ നിയമിച്ചത്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. മറ്റൊരു വാർത്തയിലേക്ക്. PM ശ്രീയിലെ CPI തർക്കത്തിന് പിന്നാലെ എറണാകുളത്ത് വിളിച്ചു ചേർത്ത നെല്ല് സംഭരണ യോഗത്തിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറി. മില്ലുടമകളെ ക്ഷണിക്കാത്തതിൽ CPI മന്ത്രിമാരോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷുഭിതനായി. മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗമാണ് നിശ്ചയിച്ചിട്ടുള്ളതെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞെങ്കിലും യോഗം നാളത്തേക്ക് മാറ്റിവെക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി പരിഹരിക്കാനാണ് മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് യോഗം വിളിച്ചത്. രാവിലെ എറണാകുളം ഗസ്റ്റ് ഹൌസിൽ മന്ത്രിമാരായ GR അനിൽ, P. പ്രസാദ്, K. കൃഷ്ണൻകുട്ടി എന്നിവർക്കൊപ്പം വിവിധ ഉദ്യോഗസ്ഥരും യോഗത്തിനെത്തി. ഇതിനിടയിലാണ് മില്ലുടമകൾ യോഗത്തിനില്ലെന്ന കാര്യം മുഖ്യമന്ത്രി അറിഞ്ഞത്. മില്ലുടമകളില്ലാതെ എങ്ങനെ തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ചോദ്യം. ഇപ്പോൾ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗമാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നും തീരുമാനമെടുത്തിട്ട് മില്ലുടമകളെ വിളിച്ചാൽ മതിയല്ലോ എന്നുമായിരുന്നു ഭക്ഷ്യമന്ത്രിയുടെ മറുപടി.
മില്ലുടമകളെ വിളിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ വിശദീകരണത്തിൽ തൃപ്തനാകാതിരുന്ന മുഖ്യമന്ത്രി യോഗം മാറ്റിവെക്കുന്നതായി അറിയിച്ചു. നാളെ രാവിലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ മില്ലുകാരെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗമുണ്ട്. അക്കാര്യത്തോടുകൂടി അതിനുശേഷം ഗവൺമെൻറ് എന്തെങ്കിലും ആലോചിക്കേണ്ടതുണ്ട് എങ്കിൽ ഞങ്ങൾ വീണ്ടും ആലോചിച്ചിട്ട് അക്കാര്യം നാളെത്തരം കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. നാളെ വൈകിട്ട് 4-ന് തിരുവനന്തപുരത്ത് യോഗം ചേരാനാണ് പുതിയ നിർദ്ദേശം. CPM-CPI തർക്കത്തിനിടയിൽ മുഖ്യമന്ത്രി വിളിച്ച യോഗം അലസിപ്പിരിഞ്ഞത് മുന്നണിയിൽ വീണ്ടും മുറുമുറുപ്പിനിടയാക്കുമോ എന്നാണ് ഉയരുന്ന ചോദ്യം. 24 കൊച്ചി. മറ്റൊരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് വരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക രേഖകൾ നശിപ്പിച്ചു കളഞ്ഞെന്ന സൂചന. വിജയമല്യ സ്വർണം പൊതിഞ്ഞ സുപ്രധാന രേഖകൾ കാണാനില്ല. പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ട രേഖകളാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ചോദ്യം ചെയ്യാനായി മുരാരി ബാബുവിനെ തിരുവനന്തപുരത്ത് എത്തിച്ചിട്ടുണ്ട്. 1998-99 കാലത്ത് വിജയ് മല്യ ശബരിമലയിൽ സ്വർണം പൊതിഞ്ഞ രേഖകളും ഇടപാടുകളുമാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ പ്രത്യേക ഉദ്യോഗസ്ഥ സംഘത്തെ നിയോഗിച്ച് നടത്തിയ പരിശോധനയിൽ രേഖകൾ കണ്ടെത്താൻ ദേവസ്വം ബോർഡിനായില്ല. ദേവസ്വം ആസ്ഥാനത്തും പമ്പയിലും സന്നിധാനത്തും ഉൾപ്പെടെ പരിശോധന നടത്തിയെങ്കിലും രേഖകൾ നഷ്ടപ്പെട്ടെന്നാണ് വിവരം. ഉന്നത ഉദ്യോഗസ്ഥർ പ്രതികളായ കേസിൽ നിർണായക തെളിവുകൾ നശിപ്പിച്ചതായും സംശയമുണ്ട്. അതിനിടെ സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ SIT കസ്റ്റഡിയിൽ വിട്ടു. റാന്നി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാലാവധി മറ്റന്നാൾ അവസാനിക്കാനിരിക്കെ ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും. ദ്വാരപാലക പാളികളിലെ സ്വർണം കവർച്ച ചെയ്ത കേസിൽ 2ാം പ്രതിയായ മുരാരി ബാബു സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയ കേസിൽ 6ാം പ്രതിയാണ്. മുരാരി ബാബു തട്ടിപ്പിന് പോറ്റിയുമായി ചേർന്ന ഗൂഢാലോചന നടത്തിയെന്നാണ് SITയുടെ കണ്ടെത്തൽ. 24 തിരുവനന്തപുരം. ഞാൻ നേരത്തെ പറഞ്ഞൊരു വാർത്തയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ വീണ്ടും ക്ഷണിക്കുന്നത്. ആലപ്പുഴയിൽ ഉപേക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തി. റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ 10 കിലോ കഞ്ചാവാണ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. 19 ലാപ്ടോപ്പ് ബാഗുകൾക്കുള്ളിൽ പ്രത്യേക കവറിൽ തയ്ച്ചു ചേർത്ത നിലയിലാണ് ഈ കഞ്ചാവ് കണ്ടെത്തിയത്. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചെയ്യുന്നു. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ലാപ്ടോപ്പ് ഇടാൻ മാത്രമല്ല ഉപയോഗത്തിനുള്ളത് എന്ന് മനസ്സിലാകുമല്ലോ. ഇഷ്ടംപോലെ കഞ്ചാവ് അതിനെ തയ്ച്ചു കയറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇത്രയും കിലോ കഞ്ചാവ് പ്ലാറ്റ്ഫോമിൽ അനാഥമായി കിടന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. എനിക്ക് തോന്നുന്ന പോലീസുകാരെ എക്സൈസുകാരെ ഒക്കെ കണ്ടിട്ട് സ്ഥലം വിട്ടതാവാനാണ് സാധ്യത. വിവരങ്ങൾ അശ്വിൻ പാലാഴി നൽകും. പറയൂ അശ്വിൻ. ആലപ്പുഴ വഴി തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ഷാലിമാർ എക്സ്പ്രസ് ആലപ്പുഴയിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വന്നു പോയതിന് പിന്നാലെയാണ് ഈ വലിയ ചാക്കുകെട്ട് അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ആദ്യഘട്ടത്തിൽ പോലീസിനും നാട്ടുകാർക്കും ഒന്നും അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കും സംശയം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ കഞ്ചാവിൻ്റെ രൂക്ഷഗന്ധം ഈ പ്ലാറ്റ്ഫോമിൽ പടർന്നു. അങ്ങനെയാണ് ഗവൺമെൻറ് റെയിൽവേ പോലീസ് ആ സ്റ്റേഷൻ അവിടെ പോലീസ് റെയിൽവേ സ്റ്റേഷൻ തന്നെ ഉള്ളവരാണ്. അവരെത്തി നടത്തിയ പരിശോധനയിൽ ഈ ചാക്കിനുള്ളിൽ 19 ലാപ്ടോപ്പ് ബാഗുകൾ കണ്ടെത്തി. ഈ ബാഗുകൾ തുറന്ന് പരിശോധിച്ചപ്പോഴാണ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത തരത്തിൽ പ്രത്യേക സഞ്ചിയിൽ തയ്ച്ചു ചേർത്ത് ബാഗിൻ്റെ ഉള്ളിൽ ഈ ലാപ്ടോപ്പ് വെക്കുന്ന ഒരു അറയുണ്ട്. ആ അറയോട് ചേർത്ത് തയ്ച്ചു വെച്ച രീതിയിലാണ് ഈ കഞ്ചാവ് കണ്ടെത്തിയിരിക്കുന്നത്. 19 ബാഗുകളിലായി 10 കിലോ കഞ്ചാവാണ് ഇത്തരത്തിൽ തയ്ച്ചു ചേർത്ത് കൊണ്ടുവന്നിരുന്നത്. ഇത് ആർക്കോ വേണ്ടി പ്ലാറ്റ്ഫോമിൽ ഉപേക്ഷിച്ചതാണ് എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. അതെടുക്കാൻ വേണ്ടി മറ്റൊരാൾ അധികം വൈകാതെ തന്നെ എത്തേണ്ടതായിരുന്നു. പക്ഷേ പോലീസൊക്കെ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അത് എടുക്കാനുള്ള ആൾ എത്തിയിട്ടില്ല. പക്ഷേ ആരാണിത് ഉപേക്ഷിച്ചതെന്നുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും ഈ കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട സ്ഥലത്ത് ക്യാമറ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് വെല്ലുവിളിയാണ്. എന്തായാലും ഈ ഏത് ബോഗിയിൽ നിന്നാണ് കഞ്ചാവ് ഉപേക്ഷിച്ചതെന്നും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ആരാണ് ഇത് എടുക്കാൻ വന്നത് എന്നുള്ള കാര്യത്തിൽ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് സംശയാസ്പദമായ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട്. ഓക്കെ, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. 10 കിലോ കഞ്ചാവാണ് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രത്തിലെ സ്വർണം നിയമവിരുദ്ധമായി കൈകാര്യം ചെയ്തതായി റിപ്പോർട്ട് വരുന്നു. സാമൂതിരി ദേവസ്വത്തിന് കീഴിലെ കോഴിക്കോട് വളയനാട് ക്ഷേത്രത്തിൽ കൊടിമരം സ്വർണം പൂശിയത് നടപടിക്രമം പാലിച്ചില്ല എന്ന പരാതി. ദേവസ്വം കമ്മീഷൻ റിപ്പോർട്ടിന്റെ പകർപ്പ് 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണപ്പാളി മോഷണത്തിന് പിന്നാലെ വിവിധ ക്ഷേത്രങ്ങളിൽ നടന്ന ക്രമക്കേടുകൾ ഓരോന്നായി പുറത്തു വരികയാണ്. 2017 വളയനാട് ക്ഷേത്രത്തിൽ കൊടിമരം സ്വർണം പൂശിയത് ചട്ടവിരുദ്ധമാണെന്ന മലബാർ ദേവസ്വം കമ്മീഷണറുടെ രേഖകളാണ് 24 പുറത്തുവിടുന്നത്. വളയനാട് ക്ഷേത്രത്തിലെ കൊടിമരം സ്വർണം പൂശാൻ 1800 ഗ്രാം തങ്കവും
മറ്റ് ചിലവുകൾക്ക് 9 ലക്ഷം രൂപയും എന്ന കണക്കിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കി. എന്നാൽ ബോർഡിൽ നിന്ന് അനുമതി വാങ്ങാതെയായിരുന്നു ഈ കാര്യങ്ങൾ ചെയ്തത്. കൊടിമരം സ്വർണം പൊതിയാനുള്ള കൊട്ടേഷൻ ഏകപക്ഷീയമായി നൽകി. സ്വർണം സ്റ്റോക്കിൽ നിന്ന് എടുത്തപ്പോഴോ കരാറുകാരനെ ഏൽപ്പിച്ചപ്പോഴോ മലബാർ ദേവസ്വം ബോർഡ് ഗോൾഡ് സ്മിത്ത്, വെരിഫിക്കേഷൻ ഓഫീസർ എന്നിവരുടെ സാന്നിധ്യമുണ്ടായില്ല. ഉപയോഗപ്പെടുത്തിയ സ്വർണത്തിന്റെ വിവരം രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയില്ല തുടങ്ങിയ ഗുരുതര ആരോപണങ്ങൾ റിപ്പോർട്ടിലുണ്ട്. 2017 സെപ്റ്റംബർ 2 മുതൽ നവംബർ 18 വരെ സംഭാവനയായി ലഭിച്ച സ്വർണം ഉരുക്കുന്നതിന് മുമ്പ് മൂല്യനിർണ്ണയം നടത്തിയില്ലെന്നും റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷേത്രോത്സവം നടത്താൻ രൂപീകരിച്ച കമ്മിറ്റിയെ തന്നെ കൊടിമരം സ്വർണം പൂശാൻ ഏൽപ്പിച്ചതും നിയമവിരുദ്ധമാണ്. ഈ കമ്മിറ്റി സ്വർണ്ണനിധി എന്ന പേരിൽ നാട്ടുകാരിൽ നിന്ന് പിരിച്ച പണം ഉപയോഗിച്ച് വാങ്ങിയ സ്വർണത്തിന്റെ ഗുണനിലവാരം ഉറപ്പിക്കുകയോ കൃത്യമായ ബില്ല് സൂക്ഷിക്കുകയോ ചെയ്തിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സ്വർണത്തിന്റെ അളവ്, കാരറ്റ് എന്നിവ പരിശോധിച്ച് വെരിഫിക്കേഷൻ ഓഫീസർ ഒപ്പുവെക്കണമെന്നാണ് രീതിയെങ്കിലും അതും നടന്നിട്ടില്ലെന്നും കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഈ കാര്യങ്ങൾ സാധൂകരിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. മലപ്പുറം. മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് പോക്സോ കേസുകൾ തീർപ്പാക്കുന്നതിൽ മെല്ലെപ്പോക്ക്. ഈ വർഷം ഇനി തീർപ്പാക്കാനുള്ളത് 6957 കേസുകളാണ്. ഫോറൻസിക് ലാബുകളിലെ ഉദ്യോഗസ്ഥരുടെ കുറവ്, കോടതി ജീവനക്കാരുടെ കുറവ്, ഇതൊക്കെ കേസുകൾ തീർപ്പാക്കാൻ കാലതാമസം ഉണ്ടാക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സംഭവത്തിൽ സർക്കാർ ഇടപെട്ട് കഴിഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി അരുൺരാജ് ചേരുകയാണ്. പറയൂ അരുൺരാജ്. SKN സംസ്ഥാനത്ത് ഇതുവരെ തീർപ്പാക്കാനുള്ളത് 6957 പോക്സോ കേസുകൾ ഉണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന കണക്കുകൾ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും അധികം പോക്സോ കേസുകൾ തീർപ്പാക്കാനുള്ളത്. 1370 പോക്സോ കേസുകളാണ് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം തീർപ്പാക്കാനുള്ളത്. രണ്ടാം സ്ഥാനത്ത് എറണാകുളം ജില്ലയാണുള്ളത്. 704 പോക്സോ കേസുകൾ എറണാകുളം ജില്ലയിൽ ഇനിയും തീർപ്പാക്കാനുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 642 പോക്സോ കേസുകളാണ് തീർപ്പാക്കാനുള്ളതെന്ന് കൂടി ഈ പോലീസിന്റെ കണക്കുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. റേപ്പ് കേസുകളും പോക്സോ കേസുകളും നിയമപ്രകാരം ഈ വിചാരണ ചെയ്യുന്നതിനടക്കമുള്ള തീർപ്പാക്കുന്നതിനുമടക്കം 14 എക്സ്ക്ലൂസീവ് പോക്സോ കോടതികൾ ഉൾപ്പെടെ 56 അതിവേഗ കോടതികൾ സംസ്ഥാനത്ത് സ്ഥാപിച്ചിരുന്നു. പക്ഷേ ഇതിന്റെ പ്രവർത്തനം സുഗമമായി മുന്നോട്ട് പോകുന്നതിനുള്ള ആവശ്യമായ ജീവനക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവാണ് സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസുകൾ ഈ മെല്ലെപ്പോക്കിൽ പോകാൻ കാരണം എന്നുള്ളതാണ് നിലവിൽ അഭിഭാഷകരുമായി സംസാരിക്കുമ്പോഴും പോലീസുമായി സംസാരിക്കുമ്പോഴും മനസ്സിലാകുന്നത്. മറ്റൊന്ന് ഈ ഫോറൻസിക് ലാബുകളുടെ വലിയ അപര്യാപ്തതയാണ്. ഈ ഫോറൻസിക് ലാബുകളുടെ ഉദ്യോഗസ്ഥരുടെ അപര്യാപ്തത മൂലം ഈ കേസുകൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥ പോലും ഈ സമീപ നാളുകളിൽ ഉണ്ടായി. പിന്നീട് ഈ അടുത്തിടയ്ക്കാണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനപ്രകാരം 21 ഫോറൻസിക് ഉദ്യോഗസ്ഥരെ കൂടി ഇതിന്റെ ചുമതലയിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോഴും ഈ സംസ്ഥാനത്ത് കെട്ടിക്കിടക്കുന്ന പോക്സോ കേസുകളുടെ എണ്ണത്തിൽ വലിയ തോതിൽ ഈ എണ്ണം കൂടുന്നതിൽ സുപ്രീംകോടതി അടക്കം ഈ അടുത്തിടെ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. കാരണം സംസ്ഥാനത്തെ പോക്സോ കേസുകൾ വേഗത്തിൽ പൂർത്തിയാക്കണം. അത് സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്ത് ഇത്തരം പോക്സോ കേസുകൾ ഉണ്ടാകുമ്പോൾ, റേപ്പ് കേസുകൾ അടക്കം ഉണ്ടാകുമ്പോൾ അത് വേഗത്തിൽ പൂർത്തിയാക്കി കുറ്റം ചെയ്തവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി അടക്കം ആവർത്തിക്കുമ്പോഴാണ് നിലവിൽ സംസ്ഥാനത്ത് 7000-അടുത്ത് ഇത്തരത്തിൽ പോക്സോ കേസുകൾ പെൻഡിംഗ് ആയി നിൽക്കുന്നത്. നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം ഈ ഫയലുകൾ തീർപ്പാക്കുന്നതിന് കൂടുതൽ സംവിധാനം, അത് ഉദ്യോഗസ്ഥരെ അടക്കം വിനിയോഗിച്ചുകൊണ്ട് കൂടുതൽ ഇടപെടൽ തങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ജുവനൈൽ ജസ്റ്റിസ് കമ്മിറ്റി അടക്കം ഈ നിയന്ത്രണം അടക്കം ഉണ്ടെങ്കിൽ പോലും ഇക്കാര്യത്തിൽ വേഗത്തിലുള്ള സമീപനം പലപ്പോഴും ഉണ്ടാകാറില്ല. എന്തായാലും സുപ്രീംകോടതി ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. സംസ്ഥാനത്ത് മാത്രം 7000-അടുത്ത് പോക്സോ കേസുകളാണ് നിലവിൽ പെൻഡിംഗ് ആയി ഉള്ളത്. താങ്ക് യു. അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക പുറത്തിറക്കി. സ്ത്രീകൾക്കും തൊഴിലാളികൾക്കും പ്രത്യേകം പദ്ധതികൾ. വഖഫ് ഭേദഗതി നിയമം നിർത്തിവയ്ക്കും. ഈ പ്രകടന പത്രികയിൽ വാഗ്ദാനം അങ്ങനെയുണ്ട്. മഹാസഖ്യം ബീഹാറിൽ അധികാരം പിടിക്കുമെന്ന് തേജസ്വി യാദവ് പറഞ്ഞു. NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യം വീണ്ടും മഹാസഖ്യം ഉയർത്തി. ബീഹാറിന് തേജസ്വിയുടെ പ്രതിജ്ഞ എന്ന തലക്കെട്ടോടെയാണ് പ്രകടന പത്രിക. തുല്യ തൊഴിലിന് തുല്യ വേതനം, ഭൂരഹിതർക്കും ഭവനരഹിതർക്കും സ്വന്തമായി ഭൂമിയും വീടും, കുറ്റവാളികൾക്ക് അതിവേഗം ശിക്ഷ ഉറപ്പാക്കും, മുസ്ലിം സമൂഹത്തിന് തുല്യതയും പുരോഗതിയും ഉറപ്പാക്കുന്നതിന് സച്ചാർ കമ്മിറ്റി ശുപാർശകൾ നടപ്പാക്കും, വഖഫ് ഭേദഗതി നിയമം നടപ്പാക്കുന്നത് നിർത്തിവയ്ക്കും എന്നതുൾപ്പെടെ
ന്യൂനപക്ഷങ്ങൾക്കും സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും തൊഴിലാളി വർഗത്തിനും വേണ്ടിയുള്ള നിരവധി വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിലുണ്ട്. എൻഡിഎയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന ചോദ്യം വീണ്ടും ഉയർത്തി തേജസ്വി യാദവ് രംഗത്തെത്തി. എൻഡിഎ മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കുന്നത് അമിത് ഷാ ആണെന്നും തേജസ്വി യാദവ് പറഞ്ഞു. अमित शाह जी ने तो पहले ही कंफर्म कर दिया कि अब नीतीश कुमार जी बिहार के मुख्यमंत्री बनने नहीं जा रहे हैं. उन्होंने साफ तौर पे कहा कि अब विधायक दल के लोग विधायक तय करेंगे कि एनडीए का मुख्यमंत्री कौन होगा. എൻഡിഎയിൽ കഴിവുകളുടെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുമെന്ന് കേന്ദ്രമന്ത്രിയും LJP നേതാവുമായ ചിരാഗ് പാസ്വാൻ പറഞ്ഞു. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് 27 നേതാക്കളെ RJD പുറത്താക്കി. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് ഇനി 8 ദിനം മാത്രം ബാക്കി നിൽക്കെ ബീഹാറിൽ പ്രചാരണം ശക്തമാക്കുകയാണ് മുന്നണികൾ. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മഹാസഖ്യത്തിനായി ബീഹാറിൽ പ്രചാരണത്തിനെത്തും. നാളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും NDAയുടെ റാലികളിലും പൊതുസമ്മേളനത്തിലും പങ്കെടുക്കും. ഈ മാസം 30-ന് പ്രധാനമന്ത്രിയും ബീഹാറിലേക്ക് എത്തുന്നുണ്ട്. പട്നയിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദറിനൊപ്പം വിനീത VG 24. താങ്ക് യു വിനീത. സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാനുള്ള തീരുമാനം ജനാധിപത്യ പ്രക്രിയയോടുള്ള വെല്ലുവിളിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന തീരുമാനമെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചത്. SIR നടപടികൾക്കായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത ജില്ലാ കളക്ടേഴ്സിന്റെ യോഗം പൂർത്തിയായി. രാഷ്ട്രീയ പാർട്ടികളുടെ എതിർപ്പിനിടയിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോവുകയാണ്. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടപടിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയത്. തീരുമാനങ്ങളിൽ നിന്ന് കമ്മീഷൻ പിന്തിരിയണം, കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ കളിപ്പാവയാകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിൽക്കരുതെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു. കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ SIR പ്രക്രിയ ആരംഭിച്ചത് പ്രായോഗികമായി തടസ്സങ്ങളുണ്ടാക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഇപ്പോൾ ഇത് അടിച്ചേൽപ്പിച്ചത് ജനങ്ങളോടുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ്, ഒരു സാഡിസ്റ്റ് മനോഭാവമാണ്. ഇതിനെയെങ്കിലും തിരുത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ജനാധിപത്യത്തിന്റെ അന്ത്യം കുറിക്കാനുള്ള തീരുമാനമെന്ന് E.T. മുഹമ്മദ് ബഷീർ MP. ഇന്ത്യയിലെ ജനാധിപത്യപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ അന്ത്യം കുറിക്കാൻ പോകുന്ന നടപടിയാണത്. അതിനെ എതിർക്കാതിരിക്കാൻ ഒക്കില്ല. നടപടികൾ ആലോചിക്കുന്നതിനായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച ജില്ലാ കളക്ടർമാരുടെ യോഗം പൂർത്തിയായി. നാളെ രാഷ്ട്രീയ കക്ഷികളുമായും യോഗം ചേരും. എതിർപ്പിനിടയിലും SIR നടപ്പാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാനത്ത് ആരംഭിച്ചു. 24 തിരുവനന്തപുരം. അലി അക്ബർ പറഞ്ഞു, ഇലക്ഷനിൽ കൃത്രിമം നടന്നില്ലെങ്കിൽ ഇത്തവണ ബീഹാറിൽ മഹാസഖ്യം അധികാരത്തിൽ വരും. ഇവിടെ ജോലി ചെയ്യുന്ന ഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെയാണ് പറയുന്നതെന്നാണ് അലി അക്ബർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി അലി അക്ബർ ബീഹാറിലുണ്ടോ കേട്ടറിവാണോ എന്നറിയില്ല. ഇനി 24 ബ്രേക്കിംഗ് ന്യൂസ്. കാസർഗോഡ് ചെമ്മനാടും ഉദുമയിലും വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടായെന്ന് പരാതി. ചെമ്മനാട് പഞ്ചായത്തിലെ 15-ാം വാർഡിൽ വീട്ടുടമസ്ഥൻ അറിയാതെ വീട്ടു നമ്പറിൽ ആളുകൾ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടു. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വാടക ക്വാർട്ടേഴ്സിന്റെ മറവിലും വോട്ട് ചേർത്തു എന്ന് പരാതി. ചെമ്മനാട് പഞ്ചായത്തിലെ 15-ാം വാർഡിൽ വ്യാപകമായി വ്യാജ വോട്ട് ചേർത്തെന്നാണ് പരാതി. വീട്ടുടമസ്ഥനറിയാതെ വോട്ട് ചേർക്കുന്നതിൽ പഞ്ചായത്ത് സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും കൂട്ടുനിന്നെന്നും ആരോപണമുയരുന്നുണ്ട്. പരാതി പരിശോധിക്കാൻ വാർഡിലെ 424-ാം വീട്ടിലെത്തിയ 24 സംഘത്തോട് ഗൃഹനാഥിന്റെ മറുപടി ഇങ്ങനെ. അബ്ദുൾ റഹ്മാൻ താമസിക്കുന്നത് ഈ വീട്ടിൽ? ഇല്ല, അബ്ദുൾ റഹ്മാൻ ഇല്ല. ഒരു ഖദീജത്ത് അബ്ദുൾ റഹ്മാൻ? ഖദീജത്ത് അബ്ദുൾ റഹ്മാൻ ഇല്ല. ഒരു മുജീബ് റഹ്മാൻ, ഫാത്തിമത്ത് സീനത്ത്, റഹ്മത്ത് ബീബി, അവരെയൊക്കെ അറിയുമോ? ഇല്ല, ആരുമില്ല, അങ്ങനത്തെ ആരുമില്ല അവിടെ. വീട്ടു നമ്പർ 216-ന്റെ ഉടമസ്ഥൻ അബ്ദുൾ റഹ്മാൻ അറിയാതെയും വോട്ട് ചേർത്തു. ഈ ചെമ്മനാട് പഞ്ചായത്തിൽ 15-ാം വാർഡിൽ 216-ാം നമ്പർ വീട് നിങ്ങളുടെ വീടാണോ? എൻ്റെ വീടാണത്. അവിടെ ഈ കലീം ഖാൻ, അബ്ദുൾ റസാഖ്, ഈ രണ്ടുപേരും എനിക്ക് അറിയോ? ഇല്ല, അറിയില്ല. അവർ നമ്മളവിടെ താമസമില്ല. ആരെ ഈ വീട്ടിൽ ചേർത്തി നിങ്ങൾ വോട്ട് ചേർത്തു എന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റുന്നില്ല. എങ്ങനെ ഞാൻ പഞ്ചായത്തിൽ എൻക്വയറി ആക്കിയപ്പോൾ അവർ പറഞ്ഞ് മുമ്പ് അവരെ വോട്ടുണ്ടായിരുന്നു, അപ്പോൾ അവിടുന്ന് തള്ളിയതാണ്, അവിടെ താമസമില്ലാത്ത കാരണം. 15-ാം വാർഡിൽ തന്നെയുള്ള 332, 333 വീട്ടു നമ്പറുകൾ തഞ്ചാവൂർ സ്വദേശികളായ തൊഴിലാളികൾ താമസിക്കുന്ന വാടക ക്വാർട്ടേഴ്സാണ്. ഇവിടെ പ്രവാസികൾ ഉൾപ്പെടെ 24 പേരാണ് വോട്ട് ചേർത്തിരിക്കുന്നത്. ഈ വീട്ടു നമ്പറുകളിലുള്ള 15 പേർക്ക് ഉദുമ പഞ്ചായത്തിൽ ഇരട്ട വോട്ടുണ്ടെന്നും രേഖകളിലുണ്ട്. അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. KPCC പുനഃസംഘടനയിലെ അതൃപ്തി ഹൈക്കമാൻഡിനെ അറിയിച്ചതായി K. സുധാകരൻ MP. പറയേണ്ടത് മുഖം നോക്കി പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ പ്രതികരണം. K. സുധാകരൻ ഉന്നയിച്ച വിഷയങ്ങൾ മാധ്യമങ്ങളോട് പറയാൻ കഴിയില്ലെന്ന AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. KPCCയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പദ്ധതിക്ക് തിരുത്ത് നിർദ്ദേശിച്ച AICC എല്ലാവരും ഒറ്റക്കെട്ടെന്നും പാർട്ടിയിൽ അനൈക്യമില്ലെന്നും
KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഞങ്ങളെല്ലാം അറിയിക്കേണ്ട അതിർത്തിയെല്ലാം നേരെ മുഖം നോക്കിയിട്ട് തന്നെ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ മടിക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞു, നേതാക്കന്മാരാണ് ഈ പാർട്ടിക്കകത്ത് അനൈക്യമുണ്ടാക്കുന്നവർ. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ ഡൽഹിയിൽ ചേർന്ന യോഗത്തിലാണ് കെ സുധാകരൻ KPCC നേതൃത്വത്തിനെതിരെ തുറന്നടിച്ചത്. സുധാകരന്റെ വിമർശനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മറുപടി ഇങ്ങനെ: He has told something in our meeting and that I don't want to disclose. കേരളത്തിൽ 100% വിജയിക്കുമെന്നും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് മാധ്യമങ്ങൾ ആരെയെങ്കിലും നിർദ്ദേശിച്ചാൽ ചർച്ച ചെയ്യാമെന്നും ഖാർഗെയുടെ പരിഹാസം. നവംബർ 1 മുതൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കും. തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോഴും കോൺഗ്രസ് സംസ്ഥാന നേതാക്കൾക്കിടയിൽ ആശയവിനിമയം ഇല്ല എന്ന ആക്ഷേപവും ചില നേതാക്കൾ കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചു. പുനഃസംഘടനയിൽ 5 അക്കത്തിൽ തോറ്റ ചിലരെ ജനറൽ സെക്രട്ടറിമാരാക്കി. വയനാട് DCC അധ്യക്ഷനെ തെരഞ്ഞെടുത്തപ്പോൾ കൂടിയാലോചന നടത്തിയില്ലെന്നും നേതാക്കൾ വിമർശനം ഉന്നയിച്ചു. തെരഞ്ഞെടുപ്പിന് സജ്ജരാകാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ കണ്ടത് നേതാക്കൾക്കിടയിലെ അനൈക്യവും അഭിപ്രായ ഭിന്നതയും. ഇതെല്ലാം മറികടന്ന് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിന് ഇറങ്ങണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശത്തോട് എത്ര നേതാക്കൾ വഴങ്ങും? ഡൽഹിയിലെ AICC ആസ്ഥാനത്തിന് മുന്നിൽ നിന്നും ആശിഷ് മട്ടുവിനൊപ്പം അജീഷ് ജയകുമാർ, 24. വനിതാ പ്രവർത്തകയ്ക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിൽ കോൺഗ്രസ് നേതാവിനെതിരെ പോലീസ് കേസെടുത്തു. കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി CH സാദത്തിനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കടം നൽകിയ പണം മടക്കി നൽകാൻ എത്തിയപ്പോൾ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് പരാതി. ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പരാതിക്കാരി 24-നോട് തുറന്നു പറഞ്ഞു. CH സാദത്ത് എന്ന് പറഞ്ഞൊരു വ്യക്തി, ഞാനും ആളും ഒരേ കോൺഗ്രസ് പാർട്ടിയിലുള്ളവരാണ്. മറ്റത്തൂർ പഞ്ചായത്തില് എനിക്ക് പൈസയുടെ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ 2-3 വട്ടം 10,000 രൂപ വെച്ച് പലിശയ്ക്ക് പണം മേടിച്ചായിരുന്നു. പണം മേടിച്ചതിന്റെ ആ ഒരു ഇതില് പണം തിരികെ കൊടുക്കാനായിട്ട് എന്നോട് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. പണം കൊണ്ട് വീട്ടിലേക്ക് പോയപ്പോൾ ഇയാള് എന്റെ ലൈംഗിക ചൊവ്വയോടെ എന്റെ കയ്യിൽ കയറി പിടിക്കുകയും എന്നെ സിറ്റ് ഔട്ടിൽ നിന്ന് വിസിറ്റിംഗ് ഹാളിലേക്ക് ബലമായി പിടിച്ച് വലിച്ചിടുകയായിരുന്നു. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. പറയൂ സൂരജ്. ഗുരുതരമായ ആരോപണമാണ് കോൺഗ്രസ് നേതാവിനെതിരെ സഹപ്രവർത്തക കൂടിയായിട്ടുള്ള വനിതാ നേതാവ് ഈ പരാതിയായി ഉന്നയിച്ചിരിക്കുന്നത്. തൃശൂർ റൂറൽ SP നൽകിയ പരാതിയിന്മേലാണ് ഇപ്പോൾ ഈ പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തിരിക്കുന്നത്. കോൺഗ്രസിന്റെ പുതുക്കാട് ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയാണ് ഈ കോടാലി സ്വദേശിയായിട്ടുള്ള സാദത്ത്. ഈ സാദത്തിനെതിരെ ഈ പരാതി ലഭിക്കുന്നു. അത് പോലീസിന് മാത്രമല്ല, ആദ്യഘട്ടത്തിൽ KPCCക്കും DCCക്കും അടക്കം കോൺഗ്രസ് നേതൃത്വത്തിനും ഈ പരാതി ലഭിച്ചു. പക്ഷേ ആ പരാതി മുഖവിലക്കെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല. ഇതോടുകൂടിയാണ് ഈ കുടുംബിനി കൂടിയായ ഈ കോൺഗ്രസ് പ്രവർത്തക പോലീസിന് പരാതി നൽകുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച പരാതി നൽകുന്നു. പക്ഷേ SP-ക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയ പോലീസ് ഈ സംഭവത്തിന് പിന്നാലെ കേസെടുക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അങ്ങനെ പോലീസ് കേസെടുത്തതോടുകൂടി ഈ സാദത്ത് ഒളിവിൽ പോയി എന്നുള്ളതാണ് പറയുന്നത്. ഈ യുവതി ഈ സാദത്തിൽ നിന്ന് പണം കടം വാങ്ങിയിരുന്നു. ഈ കടം വാങ്ങിയ പണം തിരികെ നൽകുന്നതിന് വേണ്ടി വീട്ടിലെത്തിയ സമയത്ത് ഈ ലൈംഗിക അതിക്രമം നടത്തി എന്നുള്ളതാണ് പറയുന്നത്. കോൺഗ്രസിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിലടക്കം ഉയർന്ന ലൈംഗിക പരാതി ഉണ്ട്. ആ സമയത്തൊക്കെ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടുണ്ട്. പക്ഷേ ഈ KPCC നേതൃത്വത്തിനും DCC നേതൃത്വത്തിനും അടക്കം ഈ യുവതി പരാതി നൽകിയപ്പോഴും അതിൽ ഒരു നടപടിയും എടുക്കാൻ കോൺഗ്രസ് തയ്യാറായിരുന്നില്ല. പക്ഷേ പോലീസ് കേസെടുത്തതിന് തൊട്ടു പിന്നാലെ ഈ സാദത്തിനെ പാർട്ടിയുടെ ചുമതലയിൽ നിന്ന് മാറ്റിയെന്ന് മാത്രമല്ല, കോൺഗ്രസിൽ നിന്ന് പിന്നെ പുറത്താക്കിക്കൊണ്ട് ഔദ്യോഗികമായി വാർത്താക്കുറിപ്പും ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ്. വയനാട് സിപ്പ് ലൈനിൽ അപകടം എന്ന രീതിയിൽ വ്യാജ പ്രചാരണം. AI ദൃശ്യങ്ങൾ ഉപയോഗിച്ചാണ് ഈ വ്യാജ പ്രചാരണം. നവമാധ്യമ പ്രൊഫൈലുകൾ നിരീക്ഷിച്ച പോലീസ്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് വാർത്ത. ആദ്യം നമുക്ക് ആ ദൃശ്യം ഒന്ന് കാണാം. റെഡിയാണോ? പോക്കാം. സ്ലൈഡ്. വയനാട് നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേർന്ന്. സുർജിത്ത്, ഇത്തരം ഒരു വ്യാജ വീഡിയോ നിർമ്മിച്ച് പ്രചരിപ്പിച്ചവരുടെ ലക്ഷ്യം എന്തായിരുന്നു? എങ്ങനെ ഈ സാങ്കേതിക വിദ്യയെ ദുരുപയോഗം ചെയ്യാമെന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഇത്തരത്തിലൊരു സംഭവം. അത് വയനാടിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് വലിയ രീതിയിലുള്ള പ്രചരണം, വ്യാജ പ്രചരണം നടക്കുന്നത്. പല ഇൻസ്റ്റാഗ്രാം പേജുകളിലും ഇന്നലെ ഇത് നടന്നു, അതായത് ഇത്തരത്തിൽ അപകടം നടന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രചാരണം തുടരുന്നത്. ഇന്നലത്തെ ഡേറ്റ് അടക്കം ഉണ്ട്. ഇത് വ്യാജമായി നിർമ്മിച്ച വീഡിയോ ആണെന്നുള്ള തരത്തിൽ പോലീസ് അതിന്റെ കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ പ്രചരണം നടത്തി വരുന്ന ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലുകളെ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സൈബർ പോലീസിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ ഇത് ആരാണ്, ഏത് ഉറവിടത്തിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഒരാൾ ഒരു കുട്ടിയെയും എടുത്തുകൊണ്ട്, ഒരിക്കലും സംഭവിക്കാത്ത കാര്യം
കാര്യമാണ്. കുട്ടിയെ എടുത്തുകൊണ്ട് സിപ്പ് ലൈനിൽ കയറാൻ ഒരു തരത്തിലും അനുവദിക്കാത്ത രീതിയുണ്ട്. പക്ഷേ ഇത് ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് ഒരു സ്ത്രീ നിൽക്കുന്നു, അതിന് പിറകിൽ അതിന്റെ ഇൻസ്ട്രക്ഷൻ നൽകിയ ഒരാൾ നിൽക്കുന്നു, അയാൾ താഴേക്ക് പതിക്കുന്നു. ഇത് അപകടത്തിൽപ്പെടുന്ന രീതിയിലുള്ള അത്തരം സംഭാഷണം അടക്കം ഉൾപ്പെടുത്തിയുള്ള AI വീഡിയോ ആണ് നിർമ്മിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും അത് വലിയ രീതിയിലുള്ള അങ്കലാപ്പ് പൊതുവെ ഈ ടൂറിസം മേഖലയിലൊക്കെ ഉള്ള ആളുകൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല പോലീസ് ഇതിന്റെ പിറകെ തന്നെ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് രഹസ്യാന്വേഷണ വിഭാഗം അടക്കം ഇത് നിരീക്ഷിച്ചു വരുന്നുണ്ട്. ഇത് ഏതൊക്കെ പ്രൊഫൈൽ വഴിയാണ് ഇത്തരത്തിൽ വ്യാജ പ്രചരണം തുടർച്ചയായി നടക്കുന്നതടക്കം പ്രചരിക്കുന്നുണ്ട്. ചൂരൽമല മുണ്ടക്കൈ ദുരന്താനന്തരം ഇവിടുത്തെ ടൂറിസം മേഖല ശക്തിപ്പെട്ടു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ സിപ്പ് ലൈനിൽ നടക്കുന്നു, അപകടം നടക്കുന്നു എന്നുള്ള രീതിയിൽ സംഭവിക്കുന്നത്. സ്വാഭാവികമായും അത് ഇവിടുത്തെ ടൂറിസം മേഖലയടക്കം ബാധിക്കുന്ന തരത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് AI വ്യാജ നിർമ്മിതമായി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചാരണത്തിനെതിരെ വലിയ രീതിയിലുള്ള അമർഷവും പ്രതിഷേധവും ഉയരുന്നത്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടന്നിട്ടുള്ളത്. ഇതിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. എന്തായാലും ഇത് ഉണ്ടാക്കിയ ആളുകളുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത് അത് വയനാടിനെ ബാധിക്കുന്ന വിധത്തിൽ വയനാട്ടിൽ ഇത് സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് പ്രചരണം നടക്കുന്നത്. അത് തന്നെയാണ് പ്രതിഷേധാർഹമായ കാര്യം. ടൂറിസം മേഖലയ്ക്കടക്കം ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വ്യാജ പ്രചരണമാണ് ഉണ്ടാകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കർശന നടപടിയിലേക്ക് പോലീസ് കടക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളതും. ഓക്കെ, സുർജിത ഇപ്പോഴാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, AIക്ക് അപാരമായ സാധ്യതകളുടെ ഈ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പല ചിത്രങ്ങളും പല വീഡിയോകളും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. നമ്മളിതൊക്കെ പെട്ടെന്ന് എടുത്തിയാടി ഇതിനോടൊക്കെ പ്രതികരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഈ വയനാടിൻ്റെ ടൂറിസത്തെയൊക്കെ ബാധിക്കാൻ സാധ്യതയുള്ള ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെ കർക്കശമായ നടപടി സർക്കാർ കൈക്കൊള്ളണം. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് കേരളത്തിലെ ടൂറിസമാണ് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇപ്പോൾ ഒരു വാർത്ത വരുന്നു, വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തയാണ്. ഒരു വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണ് മരിച്ചു എന്ന വാർത്തയാണ്. പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജിലെ MSc മൈക്രോബയോളജി വിദ്യാർത്ഥിനി ഹസീന ഇല്യാസാണ് മരിച്ചത്. അവർക്ക് 23 വയസ്സ് പ്രായമുണ്ടായിരുന്നു. വണ്ടൂർ സ്വദേശിനിയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകുന്നേരം കോളേജ് വിട്ട് ഹോസ്റ്റലിലേക്ക് പോകുന്ന വഴി കുഴഞ്ഞു വീണു. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചു, പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഷോക്കിംഗ് ആയ വാർത്തയായിപ്പോയി. ഇനി കാണാം സ്കൂൾ കായികമേളയുടെ വിശേഷങ്ങൾ. Kerala School Kaigamela co-sponsored by Bima Jewels, Golden Super Surprise. അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കൊടിയിറങ്ങി. ഓവറോൾ ചാമ്പ്യനുള്ള പ്രഥമ ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി തിരുവനന്തപുരം ജില്ല ഏറ്റുവാങ്ങി. 66ാമത് കായികമേളയിലെ സമഗ്ര കവറേജിനുള്ള പുരസ്കാരം 24 ടീം ഏറ്റുവാങ്ങി. ബെസ്റ്റ് ഡിസ്ട്രിക്റ്റിനുള്ള ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത് തിരുവനന്തപുരം ജില്ലയാണ്. 1825 പോയിന്റ്സ്, 117 പവൻ വരുന്നതും പുതുതായി ഏർപ്പെടുത്തിയതുമായ ചീഫ് മിനിസ്റ്റേഴ്സ് ഗോൾഡ് കപ്പാണ് പുരസ്കാരമായി നൽകുന്നത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിൽ നിന്ന് ഓവറോൾ ചാമ്പ്യൻഷിപ്പിനുള്ള സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരം ജില്ല ഏറ്റുവാങ്ങിയതോടെ രണ്ടാമത് സ്കൂൾ ഒളിമ്പിക്സിന് കൊടിയിറങ്ങി. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന സമാപന സമ്മേളനം ഗവർണർ ഉദ്ഘാടനം ചെയ്തു. ഒളിമ്പിക്സ് എന്ന ലക്ഷ്യത്തിലേക്കുള്ള വഴിയാണ് കായികമേളയെന്ന് ഗവർണർ പറഞ്ഞു. മേളയുടെ വിജയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിക്ക് ഗവർണറുടെ അഭിനന്ദനം. Our administration and our education department and the minister and wholeheartedly the government is eager to create houses for them, build houses for the 50 students. 50 houses will be there for all this year. I wholeheartedly congratulate Shivan Kuttiji for this, because this is what sports teaches us. 247 പോയിന്റ് നേടി അത്ലറ്റിക്സിൽ മലപ്പുറം കിരീടം ചൂടി. 2031 ഒരു വിദ്യാർത്ഥി ഒരു കായിക ഇനം പഠിക്കണം എന്നതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. 2031 വിഷൻ എന്ന് പറയുന്നത് 47 ലക്ഷം വിദ്യാർത്ഥികൾ പഠിക്കുന്ന പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഒരു വിദ്യാർത്ഥി ഒരു കായിക ഇനം പഠിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഞങ്ങൾക്ക് വയ്ക്കുവാനുള്ളത്. ജയത്തിനും പരാജയത്തിനും അപ്പുറം ഒളിമ്പിക്സ് സ്വപ്നം കാണാനുള്ള വഴിയാണ് കായികമേളയെന്ന് സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായ ഒളിമ്പ്യൻ PR ശ്രീജേഷ്. കൊച്ചിയിൽ നടന്ന 66ാമത് കായികമേളയിലെ സമഗ്ര കവറേജിനുള്ള പുരസ്കാരം 24 ടീം ഏറ്റുവാങ്ങി. സമഗ്ര കവറേജ് ദൃശ്യമാധ്യമം 24 ന്യൂസ്. മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, വീണ ജോർജ്, GR അനിൽ എന്നിവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു. 68ാമത് സംസ്ഥാന കായികമേളയ്ക്ക് കണ്ണൂർ ജില്ല ആതിഥേയത്വം വഹിക്കും. ടീം 24 തിരുവനന്തപുരം. കോഴിക്കോട് കരിപ്പൂരിൽ നിന്നൊരു വാർത്ത വരുന്നതോടെ വൻ ലഹരിവേട്ടയുണ്ടായി. 4 കോടിയോളം രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി ഒരു യാത്രക്കാരൻ പിടിയിലായി. ലഗേജ് ബാഗിൽ ഒളിപ്പിച്ച ലഹരിയാണ്
ലഹരി വസ്തുക്കളാണ് കസ്റ്റംസ് ഇന്റലിജൻസ് കണ്ടെത്തിയത്. മസ്കറ്റിലെത്തിയ യാത്രക്കാരൻ രാഹുൽജിൻ്റെ ലഗേജ് ബാഗിൽ നിന്നാണ് 3 കോടി 98 ലക്ഷം രൂപയുടെ കഞ്ചാവ്, ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയതെന്നാണ് വിവരം. ഒരു മേജർ വേട്ടയാണ്. പല കുട്ടികളും ഒന്ന് പറയും നാളെ സ്കൂളുണ്ടോ എന്ന് ചോദിക്കുന്നു. വിദ്യാലയങ്ങൾക്കൊന്നും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. വിദ്യാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാധാരണ പോലെ പ്രവർത്തിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരിക്കും ഈ കരിപ്പൂരിൽ നിന്ന് വിളിച്ചത് 3.98 കിലോ കഞ്ചാവാണ്, ഹൈബ്രിഡ് കഞ്ചാവ്. സ്കൂൾ കായികമേളയിൽ പോൾ ഇല്ലാത്തതിനാൽ പോൾ വാൾട്ടിൽ മത്സരിക്കാൻ കഴിയാതിരുന്ന അലനെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നേരിട്ട് കണ്ടു. വിദ്യാഭ്യാസ വകുപ്പ് വിഷയം പരിഗണിക്കുമെന്ന് മന്ത്രി ഉറപ്പും കൊടുത്തു. പോൾ ഇല്ലാത്തതുകൊണ്ട് പോൾ വാൾട്ടിൽ മത്സരിക്കാൻ കഴിയാതിരുന്ന അലൻ്റെ ജീവിത ചിത്രം വരച്ചുവെച്ചത് 24 വാർത്താ ചാനലായിരുന്നു. 24-ന് വലിയ സന്തോഷം നിറഞ്ഞ നിമിഷമാണ്. കാരണം ഇന്നലെയാണ് അലൻ ഷിബോയ് എന്ന ഇടുക്കി അടിമാലി സ്വദേശി പോൾ വാൾട്ടിനെത്തി സ്വന്തമായി പോളില്ലാത്തതിനാൽ ചാടാൻ കഴിയാത്തതിന്റെ വിഷമം പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ഇപ്പോൾ അതിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. അതല്ലാതെ തന്നെ കുറെ സുമനസ്സുകൾ അലൻ ഷിബോയ്ക്ക് സഹായമായി എത്തുന്നു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അലനെ നേരിട്ട് കണ്ടതിന് ശേഷം ആ വിഷയത്തിൽ ഒരു പരിഹാരം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒരു പരാതിയായി തന്നെ അത് എഴുതി നൽകാൻ ആവശ്യപ്പെട്ടു. നന്നായി പ്രാക്ടീസ് ചെയ്താൽ നല്ല വിജയം നേടാൻ കഴിയുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടാണ് കാണുന്നത്. ഇപ്പോൾ പലരും നേരത്തെ വാഗ്ദാനം നൽകിയിരുന്നു പോൾ വാൾട്ട് മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്നതിന് വേണ്ടി പോൾ വാങ്ങിക്കൊടുക്കാമെന്ന് ഒക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അത് ലഭിച്ചിട്ടില്ല. എന്തായാലും ഞാൻ അടുത്ത വർഷം അതിനെ സംബന്ധിച്ചുള്ള ആലോചിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇയാളൊരു അപേക്ഷ കൊടുക്കട്ടെ, അയാളുടെ കാര്യവും പരിഗണിക്കാം. അടുത്ത വർഷം മുതൽ ഈ കായിക ഉപകരണങ്ങളില്ലാതെ ആരും ബുദ്ധിമുട്ടേണ്ടി വരില്ല, അവർക്കെല്ലാവർക്കുമായ ഒരു പദ്ധതി എന്നുള്ളത് കൂടി വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ അലൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അലനെ നമ്മുടെ ആ വാർത്തയിൽ ഒരു ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്, സന്തോഷമായ? നല്ല രീതിക്ക് സന്തോഷമുണ്ട്. ഇപ്പം എല്ലാവരും ന്യൂസ് കണ്ടിട്ട് തന്നെ വിളിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ നല്ല സന്തോഷമുണ്ട്. അലൻ വലിയ ഹാപ്പിയാണ്, വലിയ സന്തോഷത്തിലാണ്. അലന് ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടൽ മാത്രമല്ല, അതിനുമപ്പുറത്തേക്ക് നേരത്തെ പോൾ വാഗ്ദാനം ചെയ്തിരുന്നു അലന് ചിലർ. പക്ഷെ അന്ന് അവരൊക്കെയും പിന്നീട് ഫോൺ വിളിച്ചാൽ പോലും എടുക്കാത്ത രീതിയിൽ പറ്റിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോഴെന്തായാലും അലൻ ഉറപ്പായും പോൾ വാങ്ങിക്കൊടുക്കുമെന്ന് പറഞ്ഞ് ചിലർ വന്നിട്ടുണ്ട്. അതല്ലാതെ തന്നെ ചില സാമ്പത്തിക സഹായങ്ങൾ 24-ലൂടെ തന്നെ ഇതിനോടകം തന്നെ അലന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ അലൻ സന്തോഷത്തിലാണ്, 24-ഉം വലിയ സന്തോഷത്തിലാണ്. കൊച്ചി കലൂർ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഉരുണ്ട് കളിച്ച കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ എല്ലാം GCDയെ വിശദീകരിച്ചിട്ടുണ്ടെന്നും സ്പോൺസറെ കണ്ടെത്തിയത് സുതാര്യമായിട്ടാണെന്നും മന്ത്രിയുടെ വാദം. എന്നാൽ GCDയുടെ നടപടിക്രമങ്ങളിൽ സുതാര്യതയില്ലെന്നും സ്പോൺസറുടെ പ്രവൃത്തി പരിചയം പരിശോധിക്കണമെന്നും ഉമാ തോമസ് MLA ആവശ്യപ്പെട്ടു. കലൂർ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വ്യക്തമായ ഉത്തരമില്ലാതെ സർക്കാരും GCDയെയും എല്ലാം സുതാര്യമാണെന്നും GCDയെ വിശദീകരണം നൽകിയെന്നുമാണ് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പറയുന്നത്. കലൂർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ GCDയെ കൃത്യമായി തന്നെ ഇന്നലെ അതിന്റെ പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. GCDയെ നടപടിക്രമങ്ങളിൽ സുതാര്യതയില്ലെന്നും MLA എന്ന നിലയിൽ നവീകരണവുമായി ബന്ധപ്പെട്ട ഒരു കൂടിയാലോചനയും നടന്നിട്ടില്ലെന്നും ഉമാ തോമസ് MLA പ്രതികരിച്ചു. ശരിക്കും നമ്മൾ എക്സ്പെക്ടോ മെമ്പറാണ് എന്നുള്ളതാണ് അതിന്റെ റൂൾസ് അനുസരിച്ച് കാണുന്നത്. പക്ഷേ എന്നെ ഒരു പരിപാടിക്ക് പോലും അല്ലെങ്കിൽ ഒരു മീറ്റിംഗിന് പോലും എന്നെ ക്ഷണിച്ചിട്ടില്ല. ജനങ്ങളെ കബളിപ്പിച്ച മന്ത്രി റാക്കറ്റ് പോലെയാണ് പ്രവർത്തിച്ചതെന്ന് E.T. മുഹമ്മദ് ബഷീർ MP കുറ്റപ്പെടുത്തി. അതേസമയം കൂടുതൽ പ്രതികരണത്തിന് GCDA ചെയർമാൻ K. ചന്ദ്രൻപിള്ള തയ്യാറായില്ല. വിവാദങ്ങൾക്കിടെ നാളെ GCDA യോഗം ചേരും. 24 കൊച്ചി. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ കോൺഗ്രസ് പ്രതിഷേധത്തിനെതിരെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി. GCDയാണ് പരാതി കൊടുത്തത്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടത്തിയത്. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. പറയാമൽ. SKN ഇന്ന് 6 മണിക്ക് ശേഷമാണ് GCDAയുടെ ഉടമസ്ഥതയിലുള്ള കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് കോൺഗ്രസ് നേതാക്കളുടെ, പ്രത്യേകിച്ചും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ അവിടേക്ക് എത്തുകയും പ്രതിഷേധം നടത്തുകയും ചെയ്തത്. ഇതിന്റെ ഭാഗമായി ഈ സ്റ്റേഡിയത്തിലേക്ക് കടക്കുമ്പോൾ സെക്യൂരിറ്റി ജീവനക്കാർ കോൺഗ്രസ് പ്രവർത്തകരെയും മാധ്യമങ്ങളെയും തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടേക്ക് പോയേ മതിയാകൂ. ഏതായാലും അതിലാണ് സ്റ്റേഡിയത്തിലേക്ക് അതിക്രമിച്ച് കയറി, അതായത് പണി നടക്കുന്ന സ്റ്റേഡിയത്തിലേക്ക് അതിക്രമിച്ച്
അതിക്രമിച്ച് കയറി കേടുപാടുകൾ ഉണ്ടാക്കി എന്ന തരത്തിലുള്ള ഒരു പരാതി GCDയുടെ ഭാഗത്ത് നിന്ന് സെക്രട്ടറി ആയിട്ടുള്ള MB ഷാരി ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയിരിക്കുന്നത്, രേഖാമൂലം തന്നെ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ പറയുന്നത് പ്രകാരം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇന്റർനാഷണൽ ഫുട്ബോൾ മത്സരത്തിന് വേണ്ടി സ്റ്റേഡിയം സജ്ജീകരിക്കുകയായിരുന്നു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. അതായത് അർജന്റീനയുടെ കളി ഇവിടെ നടക്കുമെന്നോ അല്ലെങ്കിൽ ആ ഒരു കാര്യമല്ല പറയുന്നത്, പകരം ഇന്റർനാഷണൽ ഫുട്ബോൾ മത്സരം നടക്കുവാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ നടത്തിയിരുന്നത് എന്ന് ഈ പരാതിയിൽ പറയുന്നു. അതോടൊപ്പം തന്നെ ടർഫിന്റെ ഭാഗമായിട്ടുള്ള പണിയാണ് നടന്നിരുന്നത്. ഈ ടർഫിലേക്ക് അനുമതി കൂടാതെ, മുൻകൂട്ടിയുള്ള അനുമതി കൂടാതെ മാധ്യമപ്രവർത്തകരടക്കം അതിക്രമിച്ച് കയറി, അതായത് ഈ പരാതിയിൽ മാധ്യമപ്രവർത്തകരെയും കോൺഗ്രസ് പ്രവർത്തകർക്കും എതിരായിട്ടാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിന്മേൽ നടപടി ഉണ്ടാകണം, തുടർന്ന് സ്റ്റേഡിയത്തിന് കൂടുതൽ സുരക്ഷ നൽകണമെന്നും GCDA ആവശ്യപ്പെടുന്നു. ഏതായാലും നാളെ GCDയുടെ നേതൃത്വത്തിൽ നിർണായക യോഗം കൊച്ചിയിൽ നടക്കാനിരിക്കുകയാണ്. SK. മറ്റൊരു വാർത്തയിലേക്ക്. അറ്റകുറ്റപ്പണിക്കായി ഇടുക്കി മൂലമറ്റം പവർ ഹൗസ് 1 മാസത്തേക്ക് അടയ്ക്കാൻ തീരുമാനമായി. അടുത്ത മാസം 11 മുതൽ ഡിസംബർ 10 വരെ അറ്റകുറ്റപ്പണിക്കായി പവർ ഹൗസ് അടയ്ക്കും. സംസ്ഥാനത്ത് 600 മെഗാവാട്ട് വരെ വൈദ്യുതി ഉൽപ്പാദനം കുറയുമെന്നാണ് KSEB പറയുന്നത്. ബട്ടർഫ്ലൈ വാൽവിലെ ലീക്ക്, 2 മെയിൻ ഇൻവെർട്ട് വാൽവ് തകരാർ എന്നിവ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് മൂലമറ്റം പവർ ഹൗസ് അടയ്ക്കുന്നത്. 1 മാസത്തോളം നിലയം അടയ്ക്കുന്നതോടെ സംസ്ഥാനത്ത് 600 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവാണ് ഉണ്ടാവുക. കഴിഞ്ഞ ജൂണിൽ പഞ്ചാബ്, ഡൽഹി, മധ്യപ്രദേശ് സംസ്ഥാനങ്ങൾക്ക് ബാർട്ടർ സംവിധാനത്തിൽ കൊടുത്ത വൈദ്യുതി നവംബറിൽ 5% അധികം ലഭിക്കുന്നത് പ്രതിസന്ധി മറികടക്കാൻ സഹായിക്കുമെന്നാണ് വൈദ്യുതി വകുപ്പിന്റെ വിലയിരുത്തൽ. എന്നാൽ പ്രതിദിനം 102 യൂണിറ്റ് വൈദ്യുതിയുടെ കുറവും കാലാവസ്ഥയിലെ മാറ്റവും പ്രതിസന്ധിക്ക് കാരണമാകുമോ എന്ന ആശങ്കയുമുണ്ട്. വൈദ്യുതി ഉൽപ്പാദനം നിലയ്ക്കുന്നത് ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് കുറയാനും ഇടയാക്കും. നിലവിൽ 2385 അടിയാണ് ജലനിരപ്പ്. 80% വെള്ളം ഇപ്പോൾ ഉണ്ടെങ്കിലും നവംബറിൽ കാലാവസ്ഥ പ്രതികൂലമായാൽ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരാനും കാരണമാകും. 24 തൊടുപുഴ. സൗദി അറേബ്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ വിപുലമായ നിക്ഷേപ സാധ്യതകളുണ്ടെന്ന് പ്രമുഖ വ്യവസായി MA യൂസഫ് അലി. സൗദിയിൽ നിക്ഷേപ നിയമങ്ങളിൽ ഏറെ മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ടെന്നും MA യൂസഫ് അലി അറിയിച്ചു. റിയാദിൽ നടക്കുന്ന ആഗോള നിക്ഷേപ സംഗമത്തിൽ 24നോട് പ്രതികരിക്കുകയായിരുന്നു MA യൂസഫ് അലി. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്കൊരു നല്ല രാത്രി ഞാൻ നേരുന്നു. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവിന്റെ 9ാമത് പതിപ്പ് റിയാദിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇത്തവണയും സജീവ സാന്നിധ്യമായി പ്രമുഖ വ്യവസായിയും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ MA യൂസുഫ് അലി ഉണ്ട്. സമൃദ്ധിയുടെ താക്കോൽ എന്ന വിഷയത്തിലാണ് ഇത്തവണ ഈ ഉച്ചകോടി നടക്കുന്നത്. എന്ത് പറയുന്നു ഇപ്പോൾ? ഈ 9 കൊല്ലമായി ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവ് ലോകത്തെമ്പാടുമുള്ള ഭരണാധികാരികൾ, ലോകത്തെമ്പാടുമുള്ള ബിസിനസ്സുകാർ, ലോകത്തെമ്പാടുമുള്ള യങ് എൻ്റർപ്രനേഴ്സ്, സ്റ്റാർട്ടപ്പുകൾ, അങ്ങനെ എല്ലാവരുടെയും കൂടി ഒരു സമന്വയ മിക്സ് കോൺഫറൻസാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ അവരുടെ സൗദിയുടെ 2030 വിഷൻ കൂടി ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും പ്രൊജക്റ്റ് ചെയ്യാണ്. ഒരുപാട് നിയമങ്ങൾ മാറ്റപ്പെട്ടു. ഇൻവെസ്റ്റേഴ്സിന് നല്ല ക്ലൈമറ്റാണിപ്പോൾ. ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം ടു തിങ്ക് ടു ഇൻവെസ്റ്റ് ഇൻ ദ കിങ്ഡം ഓഫ് സൗദി അറേബ്യ ആൻഡ് ആൾസോ അതർ GCC കൺട്രീസ് ആൻഡ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. ഞങ്ങളുടെ റീറ്റെയിൽ സെക്ടർ, ഞങ്ങളുടെ 2030 വിഷനിൽ ഞങ്ങൾ 100 ഷോപ്സ് എന്ന് പറഞ്ഞാൽ 2030 മുമ്പ് ഞങ്ങൾ 100 ഷോപ്പ് തയ്ക്കും. അതുകൂടാതെ ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ പരിപാടി ഞങ്ങളിവിടെ ചിന്തിച്ച് ഇപ്പോൾ ഇന്നും നാളെയുമായിട്ട് അതിൻ്റെ ഫൈനലൈസേഷൻ നടക്കും. ഏതായാലും ഇന്ന് നടക്കുന്ന ഒരു പ്രത്യേക ഒരു സെഷനിൽ പ്രസംഗകൻ കൂടിയ സ്പീക്കർ കൂടിയാണ് MA യൂസുഫ് അലി. റിയാദിലെ കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ കോൺഫറൻസ് സെന്ററിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.